ഈ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കങ്ങൾക്കിടെ പേരൂർക്കട സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീ ഒരു പാവം വീട്ടമ്മ നേരിട്ട കാക്കിത്തമ്മാടത്തിനും അറിഞ്ഞിട്ടും ആത്മാവിനൊരു നീറ്റിലുണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി മാപിനിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. ആ വികസന വായ്ത്താരികളിൽ പറഞ്ഞുകേട്ട സപ്രപഞ്ചക്കട്ടലുകളിൽ കിടക്കുന്നവരല്ല, വ്യാജമായി പറയപ്പെടുന്ന അടിസ്ഥാനവർഗ ക്ഷേമരാഷ്ട്രീയത്തിന്റെ പാൽപ്പായസ മധുരം നുകർന്നവരുമല്ല. ആ കൈപ്പൻ യാഥാർത്ഥ്യങ്ങളോട് നേർക്കുനേർ നിൽക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, കൂലിപ്പണിക്കാരാണ്. കൗമാരക്കാരികളായ 2 പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ വളർന്നുവരുന്ന ആവശ്യങ്ങൾക്ക്, വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ ഭിക്ഷാപാത്രമെടുത്ത് തെരുവിൽ കൈനീട്ടാൻ ഇറങ്ങിയവരല്ല ബിന്ദുവും ഭർത്താവും. അടുക്കളകളിൽ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും തുണിയലക്കിയും രാവന്തിയോളം പണിയെടുത്ത് രക്തം വിയർപ്പാക്കുന്ന അടിസ്ഥാനവർഗമാണ്. അധ്വാനിക്കുന്ന മനുഷ്യരോട് ഏമാന്മാരുടെ എംബോക്കിത്തരം കണ്ടൊരു ധാർമ്മിക രോഷം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ചോരയും നീരുമുള്ള മനുഷ്യരാണോ? ഏതോ വലിയ വീട്ടിലെ കാശുകാരി ചേച്ചിയുടെ മാലമോഷ്ട പരാതിയിലാണ്, ഇല്ലാ കഥയിലാണ്. വീട്ടുകാരെ 2 പെൺമക്കളെ പോലും അറിയിക്കാതെ മിസ്റ്റീരിയസ് കസ്റ്റഡി, രാത്രി മുഴുവൻ സാറന്മാരുടെ മര്യാദഘട്ട വർത്താനങ്ങൾ, വസ്ത്രമില്ലാത്ത പരിശോധന, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ മാലക്കള്ളി എന്ന് വിളിച്ചു സാറേ എന്ന് എത്രയാവർത്തി പറയുമ്പോഴും ആ സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ധാരയിട്ട് വീഴുന്നത് തീക്കണ്ണീരാണ്. ഒന്നുമില്ലാതെ, പഴങ്കഞ്ഞി പോലുമില്ലാതെ പട്ടിണി കിടന്ന് വയറൊട്ടിയങ്ങ് ചത്തുപോയെന്ന് വന്നാലും മോട്ടിക്കണം എന്ന ചിന്ത പോലും വരാത്ത മനുഷ്യരെ കള്ളി എന്ന് അധിക്ഷേപിക്കാൻ ആരാണോ പിണറായി പോലീസ് ലൈസൻസ് തന്നേ? ആ പോലീസുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. അതൊരു ഹൈ പ്രൊഫൈൽ തമ്പുരാട്ടിയാണെങ്കിൽ, ഏതെങ്കിലും പാർട്ടികളുമായി മുള്ളിത്തെറിച്ച ബന്ധമുള്ളവരാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാത്രി തൊണ്ടവറ്റി വെള്ളം ചോദിച്ച കക്കൂസി പോയി കുടിക്കടി എന്ന് വൃത്തികേട് പറയുവോ? ഇല്ലെന്നാണ് 3.5 തരം സാക്ഷ്യം. അത് ചീളുകേസല്ല, കേരളം ഞെട്ടിയൊരു കൊലക്കേസാണ്. ആ ഭാസ്കരക്കാരൻ അവരെ കൊന്നുതള്ളിയ ഒരുത്തി കിട്ടിയ ആനുകൂല്യങ്ങൾ, പരോളുകൾ, കൂടെ നിന്നൊരു മന്ത്രിസഭ, സ്വാധീനത്തിൽ കിട്ടിയ ശിക്ഷാ ഇളവൊക്കെ കണ്ടതാണ് കേരളം. മാനദണ്ഡം തൊലിവെളുപ്പെന്ന ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ പാട്ടുകാരൻ റാപ്പർ പറഞ്ഞതാണ് ഇരട്ട നീതി, അല്ലാതെ RSS ഗുരു പറയും മട്ടിൽ വേടനല്ല സാറേ ജാതി ഭീകരവാദി. പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി, ഈ ദിവസങ്ങൾ അത്രയും ആ കൂരയ്ക്ക് താഴെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയതല്ലേ? നിർത്തണം, ആ കരച്ച് ഇറങ്ങി നിൽക്കണം. കേട്ട ഓരോ തെറിക്കും അധിക്ഷേപങ്ങൾക്ക്, അസഭ്യങ്ങൾക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം, പക വീട്ടണം. ആ വെറിയൻ തെമ്മാടിക്കൂട്ടത്തെ പേടിച്ചടിപ്പട്ടില്ലാതാവാനാണെങ്കിൽ ഇതിലും കൊടികെട്ടിയ തമ്പ്രാക്കന്മാരെ വിറപ്പിച്ച് വില്ലവണ്ടി എടുത്ത് എന്തിനായിരുന്നു തലപ്പാവണിഞ്ഞ മനുഷ്യന്റെ നവോത്ഥാന യാത്ര, അയ്യങ്കാളി യാത്ര? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പരാതിക്കാരി ആർ ബിന്ദുവിനെ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി ധന്യാരാമൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, അടിമുടി മര്യാദകളുടെ ഒരു പരമ്പരയാണ്. ഏറ്റവും ഒടുവിൽ മാല വീട്ടിൽ നിന്ന് കിട്ടി, പരാതിയില്ല എന്ന് പറയുമ്പോൾ ഈ SI സാറ് ഈ ബിന്ദുവിനോട് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കവടിയാർ മേഖലയിൽ കണ്ടുപോകരുത്, വിട്ടുപൊക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് ഇവർക്ക് ഇത്രത്തോളം ഒരു പാവം സ്ത്രീയോട് ഇത്രയധികം വൃത്തികേട് പറയാൻ, മര്യാദകേട് പറയാൻ, ധാർഷ്ട്യം കാണിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, എനിക്കും അതാണ് മനസ്സിലാകാത്തത്. കാരണം പോലീസിന് ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആരും ചെയ്യാനും സാധ്യത വളരെ കുറവാണ്. പിന്നെ എങ്ങനെ ഇതുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ SC/ST ആക്ടിനകത്ത് വരുന്ന ഒരു സ്ത്രീയാണത്. അവരോട് മോഷണക്കാരിയാണെന്ന് അവർക്ക് തോന്നിയാലും ശരി, കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറാനും സംസാരിക്കാനും, അവർക്ക് വലിയൊരു മാന്യന പോലീസ് സ്റ്റേഷനിൽ വരുന്ന അതേ റെസ്പെക്റ്റ് കൊടുക്കണം. പക്ഷേ ഇവിടെ SIക്ക് തെറ്റിപ്പോയി. അത് ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പം അത് മോഷണം തന്നെയാണെന്ന് അങ്ങ് തീരുമാനിച്ച് നടപടി തുടങ്ങി. ഇവരുടെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചു. അതെങ്ങനെ സാറേ വിചാരിക്കുക? പാവം പിടിച്ച സ്ത്രീ നിഷേധിച്ചു. അത് അല്ല, അങ്ങനെ എങ്ങനെയാണെന്ന് വിചാരിക്കാൻ പറ്റുക? അതങ്ങനെ പരാതിയുണ്ട് എന്ന് പറയുന്നു. ഈ ചേച്ചി എന്താണ് അവിടെ ജോലി കഴിഞ്ഞ് പാവം ഒരു എന്താണ് അധ്വാനം ജീവിക്കുന്ന പാവം സ്ത്രീയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി റോഡരികിൽ നിൽക്കുന്നു. പോലീസുകാർ വിളിക്കുന്നു. അപ്പോൾ പോലീസുകാർ വിളിക്കുക പറയുകയാണ്, സാറേ എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കൂലിയില്ല എന്ന് പറയുന്നു. കയറി വാ, ഓട്ടോയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ കൂലി എന്ന് പറഞ്ഞ് അപ്പം കയറിപ്പോയതാണ്. അപ്പം കയറിപ്പോയത് മുതൽ മാലയെടുത്ത് ഇവരാണ് എന്ന മട്ടിൽ മാലക്കള്ളി എന്ന് വിളിക്കുകയാണ്, അധിക്ഷേപങ്ങൾ പറയുകയാണ്, ദാഹിച്ച് വെള്ളം ചെയ്ത് കക്കൂസിപ്പ കുടിക്കുന്നു പറയുകയാണ്. സാറേ എന്തൊരു വൃത്തികേടാണ് ഇത്, എന്തൊരു വൃത്തികേടാണ് ഇത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നേ. ഇത് ഇപ്പോഴും ആ ജാതി ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ? അത് തന്നെയല്ല, ആ സ്ത്രീ കൂലിപ്പണി ചെയ്ത് ഓരോ വീട്ടിലും പോയി ജോലി ചെയ്ത് ആ 2 പെൺകുട്ടികളെ വളർത്തുന്ന സ്ത്രീയാണ്. അവർ പനയമുട്ടത്താണ് താമസിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സമയത്ത് അന്ധമായിട്ട് അതൊരു മോഷണമാണെന്നങ്ങ് വിശ്വസിച്ച് ചെയ്യണവർ. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ വാദിയെ കൂടുതൽ ചോദിക്കണ്ടേ? അവർ പിന്നീട് വന്നപ്പം പറഞ്ഞില്ല വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. പോലീസ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കണ്ടേ?
ആ കുട്ടിയെ എന്തിനാണ് രാത്രി മുഴുവൻ വെച്ചത്? ഒരു അറസ്റ്റിലോട്ട് വന്നില്ലല്ലോ, ഒരു സസ്പെക്റ്റ് അല്ലേ ആയുള്ളൂ. അപ്പം 4:30 പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് രാത്രി 3:30 വരെ അവിടെ ഇരിക്കുകയാണ്. അവർ ദേഹപരിശോധന നടത്തിക്കോ, ദേഹപരിശോധനയൊക്കെ നടന്നു. വെള്ളം ചോദിച്ച് ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊരു SC/ST ആക്ടിൻ്റെ പരിധി വരുന്ന സംഗതിയാണ്. വെള്ളം വെള്ളം ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണോ കൊടുക്കുക? അവിടെ പോയി കുടിക്കാനാണോ പറയുക? പ്രത്യേകിച്ച് ഒരു പ്രതിസ്ഥാനത്താണല്ലോ നിൽക്കുന്നത്. അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കണ്ടേ, വെള്ളം കൊടുക്കണ്ടേ, മനുഷ്യത്വം ഉണ്ടാകണ്ടേ? അപ്പോൾ അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നത്. കാണിച്ചത് വലിയ മണ്ടത്തരങ്ങളും അത് വിവരക്കേടും ആ രാജ്യത്തുള്ള നിയമങ്ങളെപ്പറ്റി അജ്ഞതയും കൊണ്ടാണ്. അന്ധമായിട്ട് ആ സ്ത്രീ വിളിച്ചപ്പം അത് മോശം തന്നെ അങ്ങ് തീരുമാനിച്ച് നടപടി അങ്ങ് തുടങ്ങി എന്നുള്ളതാണ്. ഒരാളുടെ മൊഴി നമ്മൾ കേൾക്കണ്ടേ, അവരെ വിളിച്ചപ്പോൾ ചോദിക്കണ്ടേ? അവരെടുത്തില്ല എന്ന് നിശ്ചയിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. സാധനം തൊണ്ടി നമുക്ക് കൈ കിട്ടിയില്ലല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയില്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പോലീസ് ഭാഗത്തുള്ള വൻ വീഴ്ചയാണ്. അതിപ്പോൾ 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ഇടപെട്ടവരെയൊക്കെ വീണ്ടും സസ്പെൻഡ് ചെയ്യും. SC/ST ആക്ട് അനുസരിച്ച് കേസ് എടുക്കേണ്ടി വരും. കാരണം 2 കാര്യങ്ങൾ, വെള്ളം ചോദിച്ചപ്പം ബാത്റൂമിൽ നിന്ന് വെള്ളം കൊടുത്ത് തെറ്റ്, അത് കുറ്റകരമാണ്, നോൺ ബെയിലബിളാണ്. അത് തന്നെയല്ല അവിടെ രാത്രി എന്തിനാണ് അവരെ അറസ്റ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അവരെ ഡീറ്റെയിൻ ചെയ്ത് ആ സ്ത്രീയെ രാത്രിയിൽ? അല്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഏതെങ്കിലും ഷെൽട്ടർ ഹോമിൽ അയക്കാൻ മേലായിരുന്നു. അടിമുടി വൃത്തികേടും തെമ്മാടിത്തരവും ധാർഷ്ട്യവും അടിമുടി വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3:30 ചേച്ചിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് പോകുന്നതാണ്. വീട്ടിലൊന്ന് പറയണം, വീട്ടിൽ 2 പെൺകുട്ടികളാണ്, എന്താണ് 15ഉം 17ഉം വയസ്സുള്ള ടീനേജ് പ്രായമുള്ള 2 പെൺകുട്ടികളാണ്. വീട്ടുകാർ ആദ്യപ്പെടുകയാണ്, എവിടെ പോയി ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് വീട്ടുകാർ ആദ്യപ്പെടുകയാണ്. അത് രാത്രി ഈ പറഞ്ഞ പോലീസ് ജീപ്പിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോവാണ്. വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെയും വൃത്തിയോട് പറയുകയാണ്, നാട്ടുകാരെ മൊത്തം കാണുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീമതി ധന്യ ഇവിടെ മാല കിട്ടി. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു വീട്ടുകാർക്ക് എന്തോ ഓമന ഡേവിഡോ ഏത് ഓമന ഡേവിഡിനാണെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്നു, മാല എടുത്തത് വീട്ടിൽ നിന്ന് ജോലിക്കാരിയാണ്. ഓക്കെ, ആ സംശയം പോലീസിനോട് പറയുന്നു. പോലീസ് അവരെ വിളിക്കുന്നു, ഈ പറയുന്ന പരിശോധിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുന്നു, ഒക്കെ അംഗീകരിക്കാമെങ്കിലും മാല കിട്ടി, ഈ വീട്ടിൽ നിന്ന് മാല കിട്ടി എന്നീ പറയുന്ന ഓമന ചേച്ചി ഓമന ഡേവിഡ് പറഞ്ഞിട്ടും ഉടനെ ഈ SI പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താണ് ഓമന പറഞ്ഞു പരാതിയില്ല, മക്കളെ ഓർത്തങ്ങ് വിടുക. എന്നിട്ടൊരു ഉപദേശം, ഈ കവടിയാർ മേഖലയിൽ കണ്ടുപോരുന്ന്. ഈ വേടനെ കൊണ്ടു നടക്കുന്ന സർക്കാരിൻ്റെ പോലീസാണ് തന്നെയായി ഈ പരമമായ മര്യാദയോട് കാണിക്കുന്നത്. SI പ്രസാദിന് പേരൂർക്കട സ്റ്റേഷനിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു കാണും പേരൂർക്കട സ്റ്റേഷനും അതിൻ്റെ ഏരിയയും അങ്ങേർക്ക് സ്ത്രീധനം കിട്ടി എന്ന് വിചാരിച്ചു കാണും. അതാണ് അയാൾ FIR ഇട്ട ശേഷം, അയാൾ ഈ കേസ് മാല കിട്ടിയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി അങ്ങ് വിട്ടത് അതുകൊണ്ടായിരിക്കും. SI പ്രസാദ് മാത്രമല്ല, അവരെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത്, ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ പാകത്തിന് അവരോട് സംസാരിച്ചത് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്. പ്രസന്നൻ പൊതുവെ പേരൂർക്കട സ്റ്റേഷനിലെ SHO ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരാളാണ്. അയാൾ 18 വർഷമായിട്ട് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇയാളൊക്കെ എങ്ങനെ CI ആയിട്ടിരിക്കുന്നു, എന്തെല്ലാം അലിഗേഷൻ ഉണ്ടാക്കി, പിന്നെയും ഇയാൾക്കൊന്നൊരു കുഴപ്പമില്ല, ഒരു തെറ്റ് ചെയ്ത് ഈടെയാണ് അയാൾക്ക് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി, അവിടുന്ന് തിരിച്ചു വന്നു, പിന്നെയും സിറ്റി തന്നെ ഇരുത്തി പേരൂർക്കട ഇവിടെ തന്നെ ഇരുത്തണം. എന്തുകൊണ്ടാണ് നിർബന്ധം? പേരൂർക്കടയൊക്കെ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നന്നായി ഓടി പാഞ്ഞു നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിയും ബോധവും ചരിത്രബോധമുള്ള ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പേരൂർക്കട പോലെയുള്ള സ്ഥലങ്ങൾ. ഒരു സാമാന്യ മനുഷ്യത്വമെന്നൊന്നില്ലേ? ഈ പറയുന്ന ഞാൻ പറഞ്ഞ മാല എടുത്തു നോക്ക്. അല്ല ധന്യ, ഒറ്റ മിനിറ്റ്. അവിടെയുള്ളത് എന്താ പറയുക, ഈ പറഞ്ഞ R ബിന്ദു എന്നൊരു സ്ത്രീ അല്ല, കുറച്ചുകൂടി ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ ഏമാമാർക്കൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളാണെന്ന് വെക്ക്. അവർ മാല എടുത്തു എന്ന് വെക്ക്. മാല എടുത്തുവെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുമോ? ഇത്തരത്തിൽ രാത്രി ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കക്കൂസിൽ പോയി വെള്ളം കുടിക്കുന്നു പറയുമോ? ഇതൊക്കെ എങ്ങനെ കഴിയുന്നു തന്നെ ഇവർക്ക്? അതാണ് കേരളത്തിലെ ജാതി, കേരളത്തിലെ മനുഷ്യരുടെ ഒളിച്ചിരിക്കുന്ന ജാതി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ഗ്രീഷ്മയുടെ കേസ് നോക്കൂ. ഗ്രീഷ്മേനെ തിരുവനന്തപുരം റൂറൽ SP ഓഫീസിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ അകത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ല, വെളിയിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്ഥിരം അടവുകാരിയാണല്ലോ. അപ്പോൾ ലൈസോളിൻ്റെ ഒരു ബോട്ടിലെടുത്ത് വെറുതെ കടിച്ചു. ആ കടിച്ചതിന് വിതിൻ 10 മിനിറ്റ്സ് ഗായത്രി എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറെ 1 വർഷത്തേക്കാണ് അവർ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, സസ്പെൻഷൻ കൊടുത്തിട്ട്. അപ്പോൾ ആ കൊലയാളിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഒരു പരിഗണന പോലും ബിന്ദുവിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജൂനിയർ വക്കീലും സീനിയർ വക്കീലുമായിട്ടും ഉണ്ടായ പ്രശ്നത്തിൽ ഉടനെ മന്ത്രി പോയി, രാഷ്ട്രീയ നേതാക്കന്മാരെ പോയി, MLA പോയി,
അവർക്ക് കിട്ടാത്ത പിന്തുണയിൽ അത് വളരെ നല്ല കാര്യമാണ്. ഞങ്ങൾക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കുട്ടി അടികൊണ്ട് ഇത്രയും മുഖമൊക്കെ വീർത്തിരിക്കുമ്പോൾ അവിടെ പോയി പൊളിറ്റിക്കൽ സപ്പോർട്ടും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ബിന്ദുവിന് ഇതുപോലെ സംഭവിച്ചിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ എന്തിനൊരു ഈച്ച പോലും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് 25 ദിവസം അവർ ആത്മഹത്യ ചെയ്യാതെ എങ്ങനെ പിടിച്ചു നിന്നത് എനിക്കറിയില്ല. കാരണം 2 പെൺമക്കളുടെ അമ്മയാണ്. രാവും പകലും ആരാൻ്റെ വീട്ടിൽ അടുക്കളയും വൃത്തിയാക്കി എച്ചിൽ കഴുകി ടോയ്ലറ്റ് കഴുകി അവരെ കാലാകാലങ്ങളായിട്ട് അവർ കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീയാണ്. ഇവർ ഈ പറയുന്ന ദളിത് സ്ത്രീകൾക്ക് ഉന്നമനത്തിനായിട്ട് പല പദ്ധതികളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിന്ദു ആ മണ്ണിട്ട വീട്ടിൽ തന്നെ കിടക്കുന്നു? എന്തുകൊണ്ട് ബിന്ദു ഇന്ന് ഈ ജനിച്ചപ്പോൾ തൊട്ട് അവരുടെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു 10-18 വയസ്സ് തൊട്ട് അവരുടെ ഈ 39 വയസ്സ് വരെ അവർ വീട്ടുജോലിക്ക് തന്നെ പോകേണ്ടി വരുന്നു? അപ്പോൾ ഇന്ന് വരെ അവരെ വീട്ടുജോലിക്ക് പോയിരുന്ന ഒരാൾ പോലും ഒരു കാന്താരി മുട്ട് മോഷ്ടിച്ചതിന് അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അലിഗേഷൻ അവർ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഓമന ഡാനിയലിന് മാത്രം തോന്നിയ എങ്ങനെയാണ്? ഞങ്ങളുടെ ലിസ്റ്റിൽ ഓമന ഡാനിയലും ഉണ്ട്, പ്രസന്നനും ഉണ്ട്, SHO ഉണ്ട്. അവരങ്ങ് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ വരണം. അത് കള്ളപ്പരാതി കൊടുത്ത ഏത് ഡാനിയലാണെങ്കിലും ഓമന ഡാനിയലാണെങ്കിലും പ്രസന്നനാണെങ്കിലും പ്രസാദ് ആണെങ്കിലും ഒക്കെ എണ്ണത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തണം. അതിനുള്ള കരുത്തി നിയമത്തിലുണ്ട്. അതിനുള്ള കരുത്തി നിയമത്തിലുണ്ട് എന്ന പോലീസുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. തന്നെയാ അതെ, പ്രസന്നനോട് എനിക്ക് നേരിട്ട് ചോദിക്കാനുണ്ട്. പ്രസന്ന, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ ടോയ്ലറ്റിലെ വെള്ളമാണോ ദാഹിക്കുമ്പോൾ കോരി കുടിക്കാൻ പറഞ്ഞത് ആ കൾച്ചറാണോ പ്രസന്നൻ്റെ കുടുംബത്തിലുള്ളതെന്ന് എനിക്ക് നേരിട്ട് പോയി ഒന്ന് ചോദിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ചീപ്പായിട്ട് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ജാതി പാടില്ല, പൊതു ഫണ്ട് ഉപയോഗിച്ച് അവർ ശമ്പളം മേടിക്കുന്നവരാണ്, പൊതുജനസേവനത്തിനുള്ളവരാണ്. അവരിപ്പോഴും ഉദ്യോഗസ്ഥരെല്ലാം ജാതിവാലം വെച്ചിട്ട് അവിടെ ഇരുന്ന് കസർത്ത് കാണിക്കുവാണ്. വലിയ ആൾക്കാർ വരുമ്പോൾ വലിയ നീതി, ചെറിയ ആൾക്കാർ വളരെ അരികുവൽക്കരിപ്പെട്ടും പോകുമ്പോൾ അങ്ങനെയാണ്. 2 മാസമായിട്ടില്ല വയനാട്ടിൽ ഞങ്ങളുടെ 17 വയസ്സുള്ള ഒരു കുട്ടീനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ രാത്രി പിടിച്ചിട്ട്, 17 വയസ്സുള്ള ആൺകുട്ടീനെ എങ്ങനെയാണ് സ്റ്റേഷനിൽ പിടിച്ചിടുന്നത്? 38 വയസ്സുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് പെരുക്കട പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുന്നത്? അപ്പോൾ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ അവൻ രാവിലെ തൂങ്ങി മരിച്ചിട്ട് ഒരു SHOയോടൊക്കോ SIക്കോ ആർക്കും ഇതുവരെ ഒരു പണിഷ്മെന്റും കൊടുത്തില്ല. ആർക്കും ഒരു പ്രശ്നവും. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം കാലത്തിൽ ഈ ശ്രീമതി ആർ ബിന്ദു നമുക്ക് ശ്രീമതി ആർ ബിന്ദു, ചേച്ചി തുടക്കം മുതൽ ചേച്ചി പറഞ്ഞത് ഈ പറയുന്ന ആരോപണത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ പോലീസ് വിളിച്ച് പരിശോധിച്ചതിനെ കുറിച്ചല്ല. ചേച്ചി പറയുന്നത് ഇത്തരത്തിൽ എന്നെ മാലക്കള്ളി എന്ന് ചെയ്യാത്ത കുറ്റത്തിന് വിളിച്ചു എന്നുള്ളതാണ്, അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്, കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പം ടോയ്ലറ്റിൽ പോയി കുടിക്കൂ എന്ന് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചാണ്. ഉറപ്പായും അതൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ നാട് ചേച്ചിക്കൊപ്പം നിൽക്കുകയാണ്. ആ ഉള്ളിലെ വലിയ മാനസിക വേദനയ്ക്ക് അല്പം കുറവുണ്ടോ ശ്രീമതി ആർ ബിന്ദു? കുറവുണ്ട്. എനിക്ക് ഒരാളെങ്കിലും സസ്പെൻഡ് ചെയ്തതിൽ സന്തോഷമൊന്നും തീർത്ത് പറയില്ല. 2 പേരെയും സസ്പെൻഡ് എന്ന് വെച്ചാൽ ഇവർ അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ചേച്ചി തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 3:30 ബസ് കാത്ത് നിൽക്കുമ്പോൾ ഓട്ടോയിൽ കയറി അവിടെ പോയപ്പോൾ മുതൽ ചേച്ചി പോലീസോട് പറഞ്ഞു ഞാൻ ഈ മാല എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അതിന് അല്പം പോലും വില ഈ പോലീസുകാർ തന്നില്ല എന്നാണോ ശ്രീമതി ബിന്ദു? തന്നില്ല. ഇല്ല, ഒരു നരി പോലും ഒരു നയ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ പറഞ്ഞ ഓമന ഡാനിയേൽ അല്ല ഓമന പറയുന്ന ഈ പറയുന്ന പരാതിക്കാരി പറയുന്ന 100% പോലീസിന് വേദവാക്യവുമായി അല്ലേ? വേദവാക്യമായി ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന എനിക്ക് തന്നിട്ടില്ല സാർ. അങ്ങേയറ്റം മോശപ്പെട്ട വർത്തമാനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ ആവർത്തിച്ചു. അത് പോലീസ് ജീപ്പിലിരിക്കുമ്പോൾ, വീട്ടിൽ കൊണ്ടുവരുമ്പോൾ, സ്റ്റേഷനകത്തിരിക്കുമ്പോഴൊക്കെ. ഭയങ്കരമായി. ഈ രാത്രി ഒരു ഭക്ഷണം തന്നില്ല എന്നാണോ പറയുന്നത്? 3:30 പിടിച്ചോണ്ട് പോയിട്ട് ഒരു ഭക്ഷണവും തന്നില്ല. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഭക്ഷണം വേണമെന്ന് കൂടി ആരും ചോദിച്ചിട്ടില്ല. വയറു വിശന്നു, ദാഹിച്ചു, വെള്ളം ചോദിച്ചപ്പോൾ പോയി കക്കൂസിൽ പോയി കുടിയെന്നല്ലേ? അത് പറഞ്ഞത് SI ആണോ, പ്രസന്നനാണോ? പ്രസന്നനാണ് പറഞ്ഞത്. പ്രസന്നൻ എന്താണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചു സാർ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ബാത്റൂമിൻ്റെ ബക്കറ്റിലുണ്ട്, പോയി എടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാൻ കുടിച്ചില്ല. എന്താ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ പോലും പറ്റുമോ? ശ്രീമതി ആർ ബിന്ദു, അതിനിടയിൽ
കുറ്റം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മാല എടുത്തു എന്ന കള്ളപ്പരാതി സമ്മതിച്ചില്ലെങ്കിൽ ഈ പറയുന്ന 2 മക്കളെ പ്രതികളാക്കും. എന്താണ്, ജയിലിൽ നല്ല വിദ്യാഭ്യാസ സൗകര്യമൊക്കെയാണ് എന്ന വൃത്തികെട്ട വിരട്ട് നടത്തിയ ആരാണ്? ഏത് പോലീസുകാരനാണത്? ഈ പ്രസിഡന്റ് എന്ന് പറയണ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ശ്രീമതി ആർ ബിന്ദു? പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ എൻ്റെ മക്കളെ കേസിൽ. ഞാൻ പറഞ്ഞ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതാണ്, സ്വബോധമുള്ള ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് പറയുന്നതാണോ? ഒരു സ്ത്രീ എന്ന പോട്ടെ, സ്വബോധമുള്ള ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് പറയുന്ന വർത്താനമാണോ അയാൾ പറഞ്ഞത് ചേച്ചിയോട്? ശരി, ശ്രീമതി ആർ ബിന്ദു പരാതിയുമായി ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ PCC മുമ്പാകെ പരാതി കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ പരാതി കൊടുത്തു. സാറ് വായിച്ചു നോക്കിയില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. ഞാൻ പറയും, സാർ ഇതുപോലെ ഒരു മാലയുമായി ഉള്ള കേസാണെന്ന് പറഞ്ഞു അത് മാല കാണാതെ പോയാൽ പരാതി കൊടുക്കും, പോലീസ് പിടിക്കും. നിങ്ങൾ കോടതിയിൽ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മുമ്പേ ഇറങ്ങിപ്പോയി. എൻ്റെ ബാക്കാണ് വക്കീൽ വന്നത്. വക്കീൽ കേട്ടെന്ന് പറഞ്ഞു കാര്യം. ഇറങ്ങിപ്പോകാൻ നേരം പറയുന്നത് ഇതാണ്, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മാല എടുത്തില്ല, അല്ല മാല വീട്ടിൽ നിന്ന് കിട്ടി എന്ന് ഈ ഓമന ഡാനിയേൽ പറഞ്ഞിട്ടും പറയുന്നത് എന്താണ്, ഈ പറയുന്ന കവടിയാർ മേഖലയിൽ കണ്ടുപോയേക്കരുത് എന്നാണ് പിന്നെ ലാസ്റ്റ് വരട്ട് അല്ലേ? ലാസ്റ്റ് പറഞ്ഞത് കവടിയാറും അമ്പലമുക്കും ഭാഗത്തും എന്നെ കണ്ടുപോകല്, എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പൊക്കോളുന്നു. എന്തിനാണത് പറയുന്നത്? മാല കിട്ടി എന്ന് പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ആ വൃത്തികെട്ട വർത്താനം അയാൾ പറയുന്നത് ശ്രീമതി ബിന്ദു? എനിക്കറിയത്തില്ല സാർ. എനിക്ക് ചോദിക്കാൻ പോലീസ് സ്റ്റേഷനിൽ സാർ എനിക്ക് അങ്ങനെ ചോദിക്കാമെന്ന് എനിക്കറിയത്തില്ല. ശ്രീമതി ബിന്ദു ഇവരെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലെ ബിന്ദുവിൻ്റെ പ്രതികരണമൊക്കെ കാണുമായിരുന്നു. ഇത് പറയുമ്പോഴൊക്കെ കരയുകയാണ്. ആ കരച്ചിലെ സമയം കഴിഞ്ഞു. ഇതിനൊക്കെ ഈ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമത്തിന് മുന്നിൽ ഇവന്മാരെ കൊണ്ട് മറുപടി പറയിക്കണം ശ്രീമതി ബിന്ദു. അതിന് ബിന്ദുവിൻ്റെ പിന്നിൽ ശക്തമായ ആളുണ്ടാവും, പക്ഷെ മുന്നിൽ ബിന്ദു ഉണ്ടാവണം. ഞാൻ അന്നേ ഉറപ്പിച്ചതാ സാർ, ഇവന്മാരെ ഈ കസേരയിൽ ഇരുത്തൂലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ശ്രീമതി ബിന്ദു, താങ്കൾ പറയുന്ന കേട്ട് 3 ദിവസത്തെ ശമ്പളമായ 1500 രൂപ ഈ ഓമന ഡാനിയേൽ തരുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. എന്തുകൊണ്ടാണ് 3 ദിവസത്തെ ശമ്പളം അവിടെ പെൻഡിങ് വന്നത്? എങ്ങനെയാണ്? 3 ദിവസം പോയുള്ളൂ സാർ. ഒരു ദിവസം 500 രൂപയാണ്. 3 ദിവസത്തെ പൈസ എനിക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ചെയ്യുന്ന പണിക്ക് വൈകുന്നേരം പൈസയും തരത്തില്ല ഈ പറയുന്ന പരാതിക്കാരി അല്ലേ? ഇല്ല, ഒരു മാസത്തിലേ തരുള്ളൂ സാർ. മാസം വായിക്കാന്ന് വെച്ചാൽ ഞാൻ ഇരുന്നത്. മാസമാകുമ്പോൾ 18 രൂപയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബിന്ദു അന്വേഷിച്ചിരുന്നോ ഇത് എവിടെയാണ് ഈ മാല അവർ കിട്ടിയെന്ന് അന്വേഷിച്ചിരുന്നോ? ഇല്ല സാർ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. അല്ല, ശ്രീമതി ബിന്ദു പറയുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരാതി എന്താണ്, അവിടുത്തെ എത്രയോ ഗ്രാമിൻ്റെ മാല പോയി എന്നുള്ളതാണല്ലോ. ആദ്യം അവരുടെ വീട്ടിലോട്ട് പോകണ്ടേ? അവരുടെ വീട്ടിലോട്ട് പോയി അവിടെ ചോദിക്കണ്ടേ, അവിടെ അന്വേഷിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ? ഇല്ല സാർ, ഞാൻ പറഞ്ഞു നമുക്ക് അവരെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കാത്ത. അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അവരെ എന്നാണ് ഈ പ്രസന്ന സാറ് മറുപടി പറഞ്ഞത്. ഈ പ്രസന്ന സാറിൻ്റെ വല്ല ബന്ധുവാണോ ഈ ഡാനിയേലും ഓമനയും ഒക്കെ ബിന്ദു? എന്തോ സാറേ, ചിലപ്പോൾ ആയിരിക്കാം. ശ്രീമതി ബിന്ദു ഓർത്തു നോക്കണം, അധ്വാനിക്കുന്ന മനുഷ്യരാണ്. 2 മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്, മറ്റ് യാതൊരു തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നവരല്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ പറയുന്ന എനിക്ക് ഉറപ്പുണ്ട് ബിന്ദുവൊക്കെ മോഷണം എന്നുള്ളത് വിദൂര സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ തങ്ങളുടെ ഭർത്താവ് പറയുമ്പോൾ കണ്ണു നിറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് പോലീസുകാർ പറഞ്ഞു ഈ പറഞ്ഞ മോഷണ കേസിലെ പ്രതിയായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ തൊണ്ടയിടറി. അത് കേട്ടപ്പം ചങ്കിലൊരു പടച്ചിൽ തോന്നി. ചേച്ചി, ഈ സമയം അത്രയും ഈ പറയുന്ന അയൽവക്കക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ബിന്ദു ഒരു മാലമോഷണക്കാരിയാണെന്ന്? വിചാരിച്ചിട്ടുണ്ട്. മക്കൾ എന്ത് പറഞ്ഞു ഈ ദിവസങ്ങളിൽ?
മക്കള് കൂട്ടുകാരൊക്കെ കളിയാക്കുമെന്നുള്ളൊരു ഭയം ഇപ്പോഴും അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു മക്കൾ ഇനി ഒന്നും പേടിക്കണ്ട, അമ്മ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യൂല, മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് പറയാം. ബിന്ദു, ഞാൻ പിന്നെയും പറയുന്നത്, ഇത് വെറുതെ വിടരുത്, ഇത് നാളെത്രയായാലും വെറുതെ വിടരുത്. പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടാകും, പരാതി പിൻവലിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും, പണം തരാമെന്ന സ്വാധീനമുണ്ടാകും. അതിൽ വീണു പോകരുത് ബിന്ദു. ഇതിന് ബിന്ദുവിനടക്കം ബിന്ദുവിനെ പോലെ പീഡനം നേടുന്ന നൂറുകണക്കിന് മനുഷ്യർക്ക് വേണ്ടി ബിന്ദു നാവായി നിൽക്കണം, പോരാടണം. പോരാടി സാർ, പോരാടി എനിക്ക് നീതി കിട്ടുന്നതിന് ഞാൻ പോരാടും. ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കില്ല സാർ. ഓക്കെ, സമാധാനമായി ഉറങ്ങൂ, സമാധാനം ഭക്ഷണം കഴിക്കൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ വല്ലാതെ ആദ്യപ്പെടുന്നതാണല്ലോ. ബിന്ദു നിരപരാധിയാണെന്ന് മക്കൾക്ക് ഏറ്റവും പ്രധാനം മക്കൾക്കത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. മക്കൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്, നാട്ടുകാർക്കത് ബോധ്യപ്പെടുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും അത് ബോധ്യപ്പെടുന്നുണ്ട്. പോലീസുകാർ കാണിച്ച തെമ്മാടിത്തരമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ഓമനയ്ക്കും ഈ പറയുന്ന ഡാനിയലിനും ഒക്കെ ബോധ്യപ്പെടുന്നുമുണ്ട്. സമാധാനമായിരിക്കും ചേച്ചി, ആ പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം അഭിവാദ്യം കൂടെയുണ്ട്, ധൈര്യമായിരിക്കും. ശ്രീജി ലൂക്കോസ്, ഇപ്പോൾ വേടനെ എന്തോ RSS വേട്ടയാടുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ MV എന്ന് പറഞ്ഞു. RSSന്റെ വേട്ടയോടെ നിൽക്കട്ടെ, വേടനെ ആദ്യം വേട്ടയാടിയത് ആരാണ് ശ്രീജി ലൂക്കോസ്? ഈ സർക്കാരിനെ വനം വകുപ്പാണ് വേട്ടയാടിയത്. എലിപ്പല്ലോ പുലിപ്പല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ എന്തോ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്നൊക്കെ വലിയ ഗൗരവത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ നാടാണ് ഈ നാട്. വേടനെ ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കാര്യം ശരി. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഒരു പാവം സ്ത്രീയാണ്, ഒരു ദളിത് സ്ത്രീയാണ്, ചെയ്യാത്ത കുറ്റത്തിന് മാലക്കള്ളി എന്ന് പലയാവർത്തി ഈ സർക്കാരിൻ്റെ വേടനെ കൊണ്ട് നടക്കുന്ന അതേ സർക്കാരിൻ്റെ പോലീസ് ഉളുപ്പില്ലാതെ വിളിച്ചതാണ്. സർക്കാർ മറുപടി പറയണ്ടേ? ഒരു സസ്പെൻഷൻ കൊണ്ട് തീരുമോ റെജി ലൂക്കോസ്? ഒരു സസ്പെൻഷൻ കൊണ്ട് തീരത്തില്ല ഹാഷ്മി. കേരളം മൊത്തം ഇന്ന് തലകുനിച്ചു. കേരള പൊതുസമൂഹം മൊത്തം അവരോട് മാപ്പ് പറഞ്ഞൊരു ദിവസമാണെന്ന്. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുക മാത്രമല്ല, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാടത്തം കാണിച്ച, അനീതി കാണിച്ച, വീഴ്ച എന്നുള്ള വാക്കുകൊണ്ടൊന്നും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ല. കേരളീയ മനസാക്ഷിയെ പൊതുസമൂഹത്തിനെയും ഒരു വ്യവസ്ഥിതിയെ അപമാനിക്കുമായിരുന്നു ആ നിഷ്ഠൂരന്മാരായ നരാധനന്മാരും. കാക്കിയിട്ട ആ ക്രൂരന്മാരെ ഇനി ഒരിക്കലും ഈ പോലീസ് വേഷത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. ചുമ്മാതാ സാറേ, അങ്ങനൊന്നുമില്ല. സസ്പെൻഷനൊക്കെ ഉടായ്പാ നമുക്ക് അറിഞ്ഞൂടെ? ചുമ്മാതാ റെജി ലൂക്കോസേ, ഈ സസ്പെൻഷനൊക്കെ വെറും ഉടായ്പാണെന്നും ഒന്നും നടക്കാൻ പോകുന്നു നമുക്കെല്ലാം അറിയാം. അടുത്ത കുറച്ച് നാളെ കഴിയുമ്പോൾ സസ്പെൻഷൻ കാലമുള്ള ശമ്പളം മേടിച്ചുകൊണ്ട് അവന്മാർ വീണ്ടും സർവീസ് കയറും. അതവിടെ നിൽക്കട്ടെ. റെജി ലൂക്കോസ്, എങ്ങനെയാണ് ഈ പറയുന്ന ചോദിക്കാനും പറയാനും ആരുമില്ല ധൈര്യത്തിലല്ലേ? കരണം പുകയില്ലെന്ന ധൈര്യത്തിലല്ലേ? ആര് എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും വന്ന് ഉപദ്രവിക്കില്ല എന്ന ധൈര്യത്തിലല്ലേ ഈ പോലീസുകാർ ഈ തമ്മാടിത്തരം കാട്ടിക്കൂട്ടുന്നത്? അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്ന ആരാണ്? അത് കൊടുക്കുന്നത് ആരാണ്? റെജി ലൂക്കോസ്. ഹാഷ്മി, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വന്നത്, അതായത് 2 DYSPമാരുൾപ്പെടെ 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 9 വർഷം കൊണ്ട് ഈ സർക്കാർ പിരിച്ചുവിട്ടു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിൽ 123, 124 സ്ഥാനം ഈ 2 നരാധമന്മാർക്കും കൊടുത്തിരിക്കണം. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ എവിടെയെങ്കിലും അട്രോസിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചിലർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം കടന്നാക്രമിക്കുന്നു. ഇവരുടെ മനസ്സെന്താണ്? ഇവരെവിടെ, ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? കേരളം പോലെ സംസ്ഥാനത്ത് ഇത് നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും അല്ല. അവിടെയൊക്കെ നമ്മളിത് ബീഹാർ ഉത്തർപ്രദേശ് ഒന്നും ഒരു ഒട്ടും മോശമല്ല റെജി ലൂക്കോസ്. ബീഹാറിലും ഉത്തർപ്രദേശിലും ഒന്നും ഈ കേരളം ഒട്ടും മെച്ചമല്ല. അതിന് എന്താണ് ആ വീമ്പ് പറയല്ലേ റെജി ലൂക്കോസ്? എൻ്റെ ആവർത്തിക്കുന്ന ചോദ്യം ഇതാണ്. ഇത്രയും നാളായിട്ടും പോലീസിന്റെ മനോവീര്യം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പര ഉണ്ടാകുമ്പോഴും ഒരു പാവം സ്ത്രീ ഇല്ലാത്ത പരാതിയിൽ മാലക്കള്ളി എന്ന് വിളിക്കാൻ പോലീസുകാർക്ക് ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ് റെജി ലൂക്കോസ്? അതിനൊരു പേട്ടേൺ ഉള്ളതുകൊണ്ടാണ്. ഒരിക്കലുമല്ല, അങ്ങനെയൊന്നൊരു പാറ്റേൺ ഇല്ല പിന്നെ ബഹുമാനപ്പെട്ട ഹാഷ്മി. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം 96% കൃത്യക്കണക്ക പോലീസുകാരും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർ. ഇതുപോലെയുള്ള കുറേ വൃത്തികെട്ടവന്മാരുണ്ട്. ഇവർക്കെതിരെയുള്ള ഉപയോഗിക്കേണ്ട വാക്കുകൾ നമ്മൾ സംസ്കാരം കൊണ്ട് പറയാതില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചോദ്യം അതല്ല, എൻ്റെ ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതായത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത്ര ധൈര്യം കാണിക്കാൻ ഹാഷ്മി ചോദിച്ചാൽ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു? അതിനുള്ള ഉത്തരം ബിന്ദു തന്നെ പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരം ബിന്ദു ചേച്ചി തന്നെ പറയുന്നു. എന്താ പറയുന്നത് അറിയോ? പരാതിയുമായി മുഖ്യമന്ത്രി ഓഫീസിലോട്ട് പോയി, ചുമ്മാ പോയതല്ല, ടോക്കൺ എടുത്ത പരാതിയുമായി PCCയെ കാണാൻ പോയി. PCC ആ പരാതി ഇങ്ങനെ എടുത്ത് നോക്കി, അങ്ങോട്ട് ഇട്ടു, വായിച്ചു പോലും നോക്കിയില്ല, വേദനയുണ്ടെന്നാ പറയുന്നത്. അതാണ് ധൈര്യം ശ്രീ റെജി ലൂക്കോസ്. അല്ല, ഇവിടെ ഈ ചർച്ചയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ 3.5 കോടി മലയാളികളും
ആ സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിനോടൊപ്പം യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അത് വെറുതെ പോളിഷായിട്ട് പറഞ്ഞതല്ല, അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവർക്കൊപ്പം നമ്മൾ നിൽക്കുക. ആ ആരോപണം അവർ പറഞ്ഞത് എന്താ, അദ്ദേഹത്തിൻ്റെ കൊടുത്ത് അദ്ദേഹം വായിച്ചില്ല, കോടതിയിലേക്ക് പോകുന്ന കേസാണോ എന്ന് ചോദിച്ചു, ഇത് മാലമോഷണമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് പി ശശി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ പരിഗണിച്ചിട്ടുണ്ടെന്നുള്ള, അവരെ പരിഗണന അവഗണിച്ചിട്ടില്ല എന്നുള്ള. അല്ല, അത് വാർത്ത വരുമ്പോഴല്ലേ അത് വാർത്ത വരുമ്പോഴും വിവാദമാകുമ്പോഴും നാടൊട്ടുക്ക് ബിന്ദുവിനൊപ്പം നിൽക്കുമ്പോഴാണല്ലോ അത് പറയുന്നത്. ഒറ്റ മിനിറ്റ് ഞാൻ ഇപ്പൊ ശ്രീമതി ആർ ബിന്ദു ഒരിക്കൽ കൂടി പറയാവോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ടോക്കൺ എടുത്ത് നേരത്തെ അനുവാദം വാങ്ങിയിട്ട് നിങ്ങൾ പോകുന്നതാണ്. ആ പരാതിയോട് എന്തായിരുന്നു അവിടുത്തെ സമീപനം ശ്രീമതി ആർ ബിന്ദു? അതിനുശേഷം താങ്കൾ പൊക്കോളൂ. ഞാൻ പരാതി കൊടുക്കാനും എൻ്റെ വക്കീലുമായിട്ടാണ് അവിടെ പരാതിയും കൊണ്ട് പോകുന്നത്. ടോക്കൺ എടുത്തു, നമ്മൾ അതിനകത്ത് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ വേറൊരാൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം നമ്മൾ കയറിപ്പോയി, ഞാനും എൻ്റെ വക്കീലും കയറി ചെന്ന് അവിടെ ഇരുന്ന് എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതേപോലെ ഒരു മാലമോഷണ കേസുമാണെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് മാല കാണാതെ പോയാൽ വീട്ടുകാർ പരാതിപ്പെടും, പോലീസ് പിടിക്കും, നിങ്ങൾ കോടതി പോയോ എന്ന് ചോദിച്ചു. എൻ്റെ കോടതി പോയില്ല എന്ന് പറഞ്ഞ തീരെ ഞാൻ വക്കീലും, ഞാൻ മുമ്പേ ഇറങ്ങി, വക്കീലിന് ശേഷം ഇറങ്ങി. റെജി ലൂക്കോസ് അങ്ങനെയാണ്, അതായത് മാല പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും, വീട്ടുകാർ പരാതി കൊടുത്താൽ പോലീസുകാർ പിടിക്കും, നിങ്ങൾ ഇവിടെ കോടതിയിൽ പോ. അതാ പറഞ്ഞത് ഇവരോട്. എത്ര ഇൻസെൻസിറ്റീവാണ് ആ മറുപടി, എത്ര ഇൻസെൻസിറ്റീവാണ് ശ്രീ റെജി ലൂക്കോസ് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി. പക്ഷേ അത് ഞാനതിനെ നിഷേധിക്കുന്നില്ല, എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പുള്ള ഒരാളല്ല. കാരണം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ചേരാത്ത പ്രവൃത്തി ആര് ചെയ്താലും അവർ കുറ്റവാളികളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനിന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ മറ്റൊരു ചാനൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ഒരു പരാതി അവഗണിക്കത്തില്ല. അത് ഇന്ന് വരെയുള്ള ചരിത്രം. അതുകൊണ്ടാണല്ലോ ഞാൻ ചില എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്, ഇതിനുള്ള അനുഭവങ്ങൾ പറഞ്ഞത്. അത് പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഈ പരാതി അന്വേഷിച്ചതിന് ശേഷം ഇത് മുകളിലേക്ക് ഫോർവേഡ് ചെയ്തു. ആ ഫോർവേഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ പേരിൽ സത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വൈകിട്ടുണ്ടെന്നുള്ള നിസ്തർക്കമാണ്. പക്ഷെ വൈകിയോ ഇല്ലയോ എന്നുള്ളതല്ലോട് ചോദ്യം. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പ്രതികരിച്ചിട്ടുണ്ട്, ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. ഉപരിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തൊന്നുമല്ല പ്രശ്നം. എപ്പോഴാണ് പ്രതികരണം? ആ പ്രതികരണം ഈ വാർത്ത കൊണ്ട് എത്ര ദിവസമായി, പരാതിയായിട്ട് ഉറപ്പോയിട്ട് എത്ര ദിവസമായി, എപ്പോഴാണ് സസ്പെൻഷൻ ഉണ്ടാവുന്നത്? ഇത് വാർത്തയാകുമ്പോഴും അത് ചർച്ചയാകുമ്പോഴും അത് കേരളത്തിന് മുഴുവൻ വേദനയും നീറ്റലും ഞെട്ടലും ആകുമ്പോഴാണ് നടപടി. ഇല്ലെങ്കിൽ ഒരു ചുക്കും ഉണ്ടാവത്തില്ല. അല്ല, അങ്ങനെ നമ്മൾ നിഷേധിക്കരുത്. കാരണം വാർത്തകളിൽ വരാത്ത എത്രയോ കേസുകളിൽ സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ. ഞാൻ പറഞ്ഞത് എത്ര ഉദ്യോഗസ്ഥന്മാരെ ഈ എന്താ പറയുക, മനുഷ്യത്വം ഇല്ലാത്ത ഇതിൽപ്പെട്ട എത്ര ഇടത്തിനെ അത് വലിയ ഡെസിഗ്നേഷൻ ഉള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ നീതി വൈകി എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും യാതൊരു സംശയവുമില്ല, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം ബിന്ദുവിനെ സംബന്ധിച്ചോളം ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, അവരുടെ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അപമാനം നമ്മളതാ ചർച്ച ചെയ്യപ്പെടേണ്ടത്. 2 കൗമാരക്കാരിയായ പെൺകുട്ടിയെയും അവരെയും അവരുടെ ഭർത്താവിനെയും പിന്നെ ജയിലിലാക്കും, 3 വർഷത്തേക്ക് ബെയിൽ കിട്ടിയാലെന്ന് പറഞ്ഞു. അതിലൊക്കെ നീചവും ഭീകരവുമല്ലായിരുന്നോ? ഈ പാവപ്പെട്ട സ്ത്രീയെ വീട്ടിൽ നിന്ന് ആരോടും പറയാൻ വിളിച്ചോണ്ട് പോയി. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭർത്താവ് നാട് മുഴുവൻ അന്വേഷിച്ചെടുക്കുക ഇവർ എവിടെയാണെന്നുള്ളവരും. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരുടെ സംരക്ഷണത്തിൻ്റെ പിന്നെ നിർവചനം എന്താണ്? കൂടാതെ അവരെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചൊരു മോഷ്ടാവിനെ പോലെ ആ വീട്ടിൽ കൊണ്ട് പ്രദർശിപ്പിച്ച ആ വൃത്തികെട്ടവന്മാരെ ഇനി ഒരു കാരണവശാലും ഈ പോലീസ് സേനയിൽ ഉൾക്കൊള്ളാൻ പാടില്ല. അവർക്ക് ജയിൽ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാര്യത്തിൽ നമ്മൾ അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. ശരി, അതിലൊന്നും ആർക്കും തർക്കമില്ല, പക്ഷെ കണ്ടറിയണം നമുക്ക് എന്തുണ്ടാവുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞുവിട്ട പിരിച്ചുവിട്ട പോലീസുകാരുടെ എണ്ണവും കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കും സാറേ. അപ്പൊ അറിയാൻ പറ്റും എത്രത്തോളം തുച്ഛമാണ് ഒരു പിരിച്ചുവിട്ട പോലീസുകാരുടെ തെറ്റ്. അവരെ ആ സേനയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം അങ്ങേയറ്റം ക്രിമിനൽ കൂട്ടമായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ആരുടെയും ഔദാര്യത്തിലേക്ക് പിരിച്ചുവിട്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ എനിക്ക് ഈ പറയുന്ന ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആ വീട്ടുകാരിയോട് വലിയ നന്ദിയുണ്ട്. എന്താണ് കാരണം? ഈ പറയുന്ന മോഷണം പോയി, ഈ പാവ സ്ത്രീയാണെന്ന് കള്ളം പറഞ്ഞു, ഓക്കെ. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ തെരഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാല അവിടെ നിന്ന് കിട്ടിയല്ലോ. ആ മാല കിട്ടിയകാരം മറച്ചു വെച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഈ മാല കിട്ടാതിരുന്നെങ്കിലോ ഈ സ്ത്രീ, ഈ പാവം വീട്ടമ്മ എല്ലാ കാലവും കള്ളി എന്നറിയപ്പെടില്ലേ? ശ്രീ ജോർജ് ജോസഫ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഈ കേരളം ഇതുപോലെ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വീട് ഞാൻ കണ്ടു ടി വി കൂടെ. ആ കട്ട കെട്ടിയ ഒരു ചെറിയ വീട്, അവർ വന്ന വഴി നടന്ന് ഒറ്റയ്ക്ക് വരുന്ന കണ്ടു. ഒരു തോടിൻ്റെ തീരത്തൂടെ
അത്ര ശോചനീയാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇതിലെല്ലാവരും കഷ്ടപ്പെടുന്നത് എല്ലാവരും ഇവരെയുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരോട് പെരുമാറുന്നത് ഇങ്ങനെയാണോ? പോലീസുകാർ ഇനി അവർ കുറച്ചുകൂടെ നിലവാരം സാംസ്കാരികമായിട്ട് കുറച്ച് ഉന്നതിയിലേക്ക് വരണം. ഈ രീതിയിലുള്ള സംസാരം പോലീസ് സ്റ്റേഷനിൽ പലരും പോകുന്ന ആൾക്കാർ ഇപ്പോഴും എന്നെ വന്ന് പലരും കാണുന്നുണ്ട്. എത്ര തിക്തമായ അനുഭവമാണ്. മനുഷ്യനല്ലേ ഇവരല്ലേ? ആ ഒരു ചിന്ത പോലും ആ പഴയകാല സ്ഥിതിയിൽ നിന്നൊന്നും പലരും മാറിയിട്ടില്ല കേരളത്തിലെ. ധന്യരാമൻ അതുകൊണ്ടല്ലേ കുറേയൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി. പക്ഷേ അത് മനുഷ്യൻ മാറിയിട്ടില്ല. പ്രത്യേകിച്ച് പോലീസിലുള്ളവർ അവരല്ലേ മാതൃക കാണിക്കേണ്ടവർ. നമ്മളാരും പലർക്കും മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യനെ കണ്ടാൽ അത് ജാതി നോക്കി ചിന്തിക്കാനും അവരുടെ സാമ്പത്തികം നോക്കി ചിന്തിക്കാനുള്ള കണ്ണുകളാണ് മലയാളിക്ക് പലർക്കും ഉള്ളത്. അതെന്തായാലും അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കർശനമായ ശിക്ഷ വേണം. ആ പോലീസ് സ്റ്റേഷനിലെ സംസ്കാരമില്ലാത്ത വാക്കുകളുടെ പ്രയോഗം ഇവർക്ക് മാത്രമേ, ദളിത് സ്ത്രീക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു 8-10% ചെയ്യുന്നത്. അങ്ങനെയുള്ളവന്മാരെ കണ്ടെത്തിയിട്ട് അവരെ തീർച്ചയായിട്ടും പിരിച്ചുവിടണം. കാരണം ഇതുപോലെ നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഈ സ്ത്രീയുടെ അടുത്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്ന ശേഷം മാല കിട്ടിയിട്ടില്ല, ആ മാല വീട്ടിൽ തന്നെയുണ്ട്. അവരെ 3:30 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയെന്ന് പറയാം. അതിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് സ്ത്രീയെ അവർ മാല കൈയോടെ പിടിച്ചും ചെരുപ്പാട്ടെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാം. പക്ഷേ അല്ലാതെ സംശയത്തിൻ്റെ ഇത് വെച്ചിട്ട് ആ സ്ത്രീ അവിടെ എന്തിനാണ് നിർത്തിയത്? 6 കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിടാൻ മേലായിരുന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹൗസിലാക്കാൻ മേലേ പോലീസിനെ? എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ രാത്രി 3 വരെ ആ സ്ത്രീയായിട്ടിരിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ഒരു റിക്കവറി ഇല്ല. അല്ല ജോർജ് ജോസഫ്, അതും പോട്ടെന്ന് വെക്ക്. ഇനി അതും പോട്ടെന്ന് വെക്ക്. മാല കിട്ടിയല്ലോ, മാല കിട്ടി. അപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? പറ്റിപ്പോയതാണ്, ക്ഷമിക്കുക, പൊക്കോ, ഒരു ചായ മേടിച്ചോട് നല്ല വാക്ക് പറഞ്ഞു വിട്ടൂടെ? അപ്പോഴും ധാർഷ്ട്യമാണ്. അപ്പോഴും പറഞ്ഞ എന്താണെന്നറിയോ? രണ്ട് മക്കളെ ഓർത്ത് ഈ പറയുന്ന കേസെടുക്കുന്നില്ല, പൊക്കോ. പക്ഷേ എന്താണ് പ്രൊവൈഡഡ് ഈ പറയുന്ന മേഖലയെ പിന്നെ കണ്ടുപോകരുത്. അത് ജോർജ് ജോസഫ്, അത് എന്തൊരു ധാർഷ്ട്യത്തിന്റെ പരകോടിയാണ്. എന്ത് ധാർഷ്ട്യവും അഹങ്കാരവും. ഒരു ചെറിയ ജോലി കിട്ടിയപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അത് തന്നെയല്ല, ആ സ്ത്രീയെ എനിക്ക് മനസ്സിലായത്, അവർ ജോലി കഴിഞ്ഞ് പോകുമ്പം അവർ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അവർ അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പിടിച്ചോണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ജോർജ് ജോസഫ്, കാരണം അവർ വീട്ടിൽ ചെന്നില്ല. അല്ല, ആലോചിക്കുന്നത് ഫോൺ കോൾ വരുമ്പോഴേക്കും പോകാൻ പറയുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു പറയുമ്പോൾ ഓട്ടോ കയറി വരാൻ പറയുന്നു. ഈ ബിന്ദു പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഓട്ടോ കൂലിക്കുള്ള പൈസ ഇല്ല. എന്തൊരവസ്ഥയാണ് നോക്കൂ. പോലീസുകാരെ പറയാണ് എന്താണ് ഓട്ടോ കയറി പൈസ ഇവിടെ കൊടുത്തോളാം. പോലീസുകാരെ പൈസ കൊടുത്തോല്ലെന്ന് അറിയില്ല. ആ സമയം മുതൽ പിറ്റേ ദിവസം മുതൽ പോലീസ് സ്റ്റേഷനില്ല. പിന്നെ ഇടയ്ക്ക് പോലീസ് ജീപ്പിൽ വീട്ടിൽ പോകുന്നു, പോലീസ് ജീപ്പിൽ തിരിച്ചു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ പൂരം തെറിവിളി. അതൊക്കെ എന്തൊരു അവമാനമാണ് ആ ബിന്ദുവിന്. 2 കൊച്ചുങ്ങൾ, അത് ഒന്ന് 10ലും ഒന്ന് +1 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കുട്ടികൾക്ക് ഞാൻ അതുങ്ങളുടെ കാര്യമാണ് ആലോചിക്കുന്നത്. അമ്മ ഇങ്ങനെ എന്തായാലും അമ്മയെ ഇത് പിടിച്ചു പോലീസ്. എന്നാലും അവരുടെ മക്കൾ 2 പെൺകുട്ടികൾ ആ സ്കൂളിലും കോളേജിലും എങ്ങനെ പോകും? എല്ലാവരും ഇതങ്ങ് വാർത്തയായി കേരളം മുഴുവൻ. അമ്മയെ കയറി മാലക്കള്ളിന്ന് വിളിച്ചില്ലേ? അതൊക്കെ അപമാനകരമല്ലേ? അപ്പോൾ എന്തായാലും ശരി, നമ്മൾ കുറച്ചുകൂടെ കൺസിഡറേറ്റ്. ഇനി അവർക്ക് ഒരു ചെറിയ പറ്റിയെങ്കിലും നമ്മൾ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത് പോലീസുകാർക്ക് ഏത് റാങ്കിലുള്ളവരായാലും ശരി, ഏത് മുഖ്യമന്ത്രി ഓഫീസിലുള്ള ഒരാളായാലും ശരി, നമ്മൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നും? അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ദയയാണ്. പക്ഷെ പറ്റിയിട്ടില്ല, അവർക്ക് പറ്റിയിട്ടില്ല. പറ്റുന്ന കൂട്ടരുമല്ല സാറേ അത്. ഞാൻ അങ്ങനെയൊക്കെ എത്താൻ കേട്ടോ. ശ്രീ ധന്യാരാമൻ ഇവിടെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയി. മുഖ്യമന്ത്രി ഓഫീസിൽ പറയുന്നത് എന്താണ്? മോഷണ കേസാകുമ്പോൾ എന്താണ്, പോലീസ് കേസെടുക്കും. പോലീസ് കേസെടുത്താൽ പോലീസ് അറസ്റ്റ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ കോടതിയിലേക്ക് പോ എന്ന് പറയുന്ന ആ വർത്താനം, ആ സ്ഥാനത്ത് ഈ ബിന്ദു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഒരു പ്രൗഢമുഖം എന്ന് നമ്മൾ സോക്കോൾഡ് ഉള്ളൊരു സ്ത്രീയാണെങ്കിൽ ആ വർത്താനം പറയുമോ ആ ഓഫീസിൽ നിന്ന്? യഥാർത്ഥത്തിൽ ആ വർത്താനമല്ലേ ഈ പോലീസുകാർക്ക് കിട്ടുന്ന ധൈര്യം? നമ്മളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ മനുഷ്യരെ. സ്റ്റേറ്റ് തന്നെ പൗരപ്രമുഖർ, മുഖ്യമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ, അങ്ങനെയൊക്കെ. ആ പൗരപ്രമുഖയാവാനൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ തവണയൊക്കെ നാം മുന്നോട്ടെന്നുള്ള പരിപാടിയിലൊക്കെ വിളിച്ചിട്ട് 2 തവണ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് എന്നോട് ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് പകരം ഡോക്ടർ ഷിനു ശ്യാമളനെയാണ് അവർ പിന്നെ ആ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചത്. ഷിനു ശ്യാമളൻ, ഞാൻ കോൺട്രാക്ടർ ആയതുകൊണ്ട് എൻ്റെ കരിയർ മുഖ്യമന്ത്രി വെച്ച് വളർത്തും, ഞാൻ കുറേ കാശുണ്ടാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ മാറ്റി നിർത്തിയത്. അപ്പം അതിനകത്തൊന്നും എനിക്ക് വിഷമമില്ല. നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് വിടും. ഇതൊരു തരം ജാതിയാണ്, അതിനകത്ത് എനിക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം പാലക്കാട് SC ST വിഭാഗത്തിൻ്റെ സംസ്ഥാനതല സമ്മേളനമാണ് നടന്നത്.
ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഈ ഉദ്യോഗസ്ഥർ പോലും 7500 കോളനി പോയി കാണില്ല. ഞാൻ 12 വർഷം കൊണ്ട് 7500 കോളനിയിൽ ഞാൻ പോയി ലക്ഷങ്ങൾ മുടക്കിയിട്ട് തന്നെയാണ് പോയത്. ഇവിടുന്ന് വയനാട് വരെ വെറുതെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറിൽ തന്നെയാണ് വന്നും പോയി ഇരിക്കുന്നത്. 12 വർഷം ഞാൻ ജോലി ചെയ്ത എൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ കൂടിയിട്ട് ആണ് ഇത്രയും കോളനികളിൽ ഞങ്ങൾ കയറി ഇറങ്ങി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളത് പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ 2010 ശേഷമുള്ള എൻ്റെ 12 വർഷത്തെ കാലഘട്ടമാണ്. അങ്ങനെയുള്ള എന്നെപ്പോലും SC/ST വിഭാഗത്തിൻ്റെ സംസ്ഥാനതല സമ്മേളനത്തിന് വിളിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരും എല്ലാവരും പൊളിറ്റിക്കലി ഒക്കെ നമ്മളെ അങ്ങ് മാറ്റി നിർത്തുവാണ്. എനിക്കറിഞ്ഞൂടെ ഞങ്ങളൊക്കെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് കുറച്ച് വലിയ കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞങ്ങളുടെ പെട്രോൾ പമ്പ് പട്ടികജാതിക്കാരുടെ പമ്പ് മാറി നിൽക്കും. പട്ടികജാതിക്കാരുടെ പെട്രോൾ പമ്പ് തട്ടിയെടുക്കുമ്പം ഞാനത് ഇത്രയും ഗുണ്ടകളും പോലീസും ഉള്ളിടത്ത് ഒരു പമ്പ് ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരെ എത്ര വലിയ എൻക്വയറിയാണ് നടന്നതെന്ന് അറിയാമോ? വലിയ വലിയ എൻക്വയറികൾ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അത് ഇത്രയും ഇങ്ങനെ നമ്മളെങ്ങനെയാണ് ഈ പമ്പ് തിരിച്ചു പിടിക്കാനായിട്ട് ധന്യയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു, ഈ രീതിയിലൊക്കെയുള്ള എൻക്വയറിയാണ് നടന്നിട്ടുള്ളത്. എനിക്കതിനകത്തൊന്നും യാതൊരു വിഷമവുമില്ല. മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്ത് നമ്മളെ സർക്കാർ സ്റ്റേറ്റിലേക്ക് നവോത്ഥാനം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളെയെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇവിടെ നവോത്ഥാനം ഉണ്ടാകുന്നതാണ്. അത് SC/ST ഒഴികെ എന്ന് തന്നെ നിങ്ങളൊന്ന് വായിച്ചോളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവുള്ളൂ. അതിനകത്തൊരു ബിന്ദുവോ അതിനകത്തൊരു ധന്യാരാമനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാറ്റഗറിയിൽപ്പെട്ട ആരും പൗരപ്രമുഖരാവുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പ്രശസ്തി ആളെ കൂട്ടാൻ പറ്റുന്നവരുണ്ടോ? ഇപ്പോൾ ഒരു KPMS ഞങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയാണെങ്കിൽ KPMSലെ ഒരു നേതാവിന് അവിടെ ഇരിക്കാൻ പറ്റും. വേടന് ആളെ കൂട്ടാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് വേടന് ഒറ്റ ആൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടുള്ള നവോത്ഥാനം അല്ലാതെ ഞങ്ങളെല്ലാം ഒരുമിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം സമത്വത്തിലൂടെ കണ്ട് ഞങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ ഇവിടെ ഞാൻ പറഞ്ഞ വേടന് കിട്ടിയ പിന്തുണ 100% അർഹമായ പിന്തുണയാണെന്നാണ് ഞാൻ വ്യക്തിനെ വിശ്വസിക്കുന്നത്. വേടന്റെ ഈ പുലിപ്പല്ല് കേസിൽ എന്ന് പറഞ്ഞാൽ വേടന്റെ ശബ്ദം ആരെയൊക്കെ അസ്വസ്ഥപ്പെടുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ പിന്തുണ അന്നിറങ്ങിയ നവോത്ഥാന നായകരെ ഇപ്പോൾ കാണാനില്ല. അന്നിറങ്ങിയ സാംസ്കാരിക നായകരുടെ ശബ്ദം ഇപ്പോൾ കേൾക്കാനില്ല. എനിക്ക് തോന്നുന്നു പുന്നല ശ്രീകുമാറുടെ പോലും പ്രതികരണം ഞാൻ കണ്ടില്ല. അവിടെ ഞാൻ കാണാത്താണോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞല്ലോ, ഓക്കെ ക്ഷമിച്ചേക്കൂ. പക്ഷെ ഒരു എന്താണ് പൊതുവിലൊരു മൗനം നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ മൗനം? എന്തുകൊണ്ടാണ് പൊട്ടിത്തെറി ഉണ്ടാവാത്തത്? വേടനെ NIAക്ക് കൈമാറാനാണ് ഇവരുടെ ലക്ഷ്യം എന്ന് എന്നോട് വേറെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഞാൻ എല്ലാവരെയും വിളിച്ചു. ഞാനാണ് ആദ്യം ഇത് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് NIAക്ക് കൈമാറാനാണെന്ന് ഇവരുടെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നീട് എല്ലാവരുടെയും പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടി. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പേ പുന്നല ശ്രീകുമാർ സാറാണ് ആദ്യം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഞങ്ങളൊക്കെ പിന്നെ ചാനലിലൂടെ വന്ന് സംസാരിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അവനെ ഞങ്ങൾക്ക് NIAക്ക് കൊടുക്കാതെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചു. ഇതിന് പുറകിലൊരു വലിയ പൊളിറ്റിക്കൽ ഒരു കളിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ആ മന്ത്രി പറയണം, വനം വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ആൾ. അയാളൊരു ഫ്രോഡാണ്. അയാൾ പറയണം. അതിലെ ആ റേഞ്ച് ഓഫീസറോ അതിലെ ഉദ്യോഗസ്ഥരോ ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ റേഞ്ച് ഓഫീസർക്ക് പ്രഷർ കിട്ടിയിട്ടുണ്ട്. അത് റേഞ്ച് ഓഫീസ് അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആ പ്രഷർ എവിടെ നിന്നാണെന്നുള്ളത് ആ വനംവകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത്. അയാളാണത് പറയേണ്ടത്. അല്ലാതെ ഈ വേടനെ 7 കൊല്ലത്തേക്ക് ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഞെളിഞ്ഞു നിന്ന് പറയാൻ ഈ മന്ത്രി ആര്? ഇയാളാണോ കോടതി? എന്നിട്ട് കോടതിയിലോട്ട് കൊണ്ടുപോയിട്ട് എന്തായി? കോടതി വേടനെ കേട്ടില്ലേ? അപ്പം ഇവരൊക്കെ ആർക്കോ വേണ്ടിയിട്ട് ഒരു മുൻവിധിയാണ്. നിങ്ങൾ ഇങ്ങനെ ആവാൻ പാടുള്ളൂ, നിങ്ങൾ രക്ഷപ്പെടണ്ട, ഇങ്ങനെ കിടന്നോ. ഇത് തന്നെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും ഒരു സർക്കാർ ഓഫീസിൽ പോയാലും. ബിന്ദുവിൻ്റെ വീട് കണ്ടില്ലേ? ഒരു തോടിൻ്റെ അരികെ മൺകട്ടയിട്ട വീട്. ബിന്ദു അന്ന് ചെയ്യുന്ന ജോലിയാണ് ഇന്നും ചെയ്യുന്നത്. ഇത്രയും വലിയ നവോത്ഥാനവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് ഇറക്കലും തൊഴിൽ കൊടുക്കലൊക്കെ ഉണ്ടെങ്കിൽ ബിന്ദുവിന് എന്തുകൊണ്ട് ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങാൻ സാധിച്ചില്ല ഇതുവരെ? ഈ ഒരു ജോലിക്ക് തന്നെ ആരാൻ്റെ വീട്ടിൽ പോയി എച്ചിൽ കഴുകി അവിടെ ജീവിതം തീരും. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഞങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് പേര് സർക്കാർ ജോലി കിട്ടി പോയിട്ടുണ്ട്. സർക്കാർ സഹായത്തിൽ ഒരു 697 പേര് വിദേശ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ ആകപ്പാടെ ഞങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കിയിട്ടുള്ളത്. എന്നിട്ട് അധ്വാനിച്ചിട്ട് ഒടുവിൽ ഇല്ലാത്ത കള്ളത്തിന് മാല പോയി കഴിഞ്ഞാൽ പാവത്തിന് തലയെ വെക്കുകയും ചെയ്യും. തന്നെ ഞാൻ എത്താം. റിജു ലൂക്കോസെ, ഇവിടെ ഈ പറയുന്ന പുലിപ്പല്ലാണോ എലിപ്പല്ലാണോ അത് കണ്ടുപിടിക്കട്ടെ. എന്താണ് ഈ പറയുന്ന ഉള്ള വകുപ്പ് മൊത്തം ഇവിടെ ഇന്നിപ്പോൾ ബെയിലിൻ ദാസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകുന്നതും വരുന്നതും ആ വക്കീലിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. എന്തോ വലിയ കാര്യം ചെയ്തവരാണ് ഈ പോലീസുകാർ അടുക്കുന്നില്ല, എല്ലാവരും പോകുന്നുണ്ട്. വേടനെ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതും പോട്ടെ, ഒരു പോലീസുകാരൻ ഈ കേരളത്തോട് ഞെളിഞ്ഞു എന്ന് പറഞ്ഞതാണ്. ഈ വേടൻ്റെ ശ്രീലങ്കൻ കണക്ഷൻ ഉണ്ടോ, അത് അന്വേഷിക്കണം എന്നൊരു പോലീസുകാരൻ പറഞ്ഞതാണ്. അയാൾ കിട്ടുന്ന ധൈര്യം എവിടെ നിന്നാണ്? ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ആ ധൈര്യം, ഈ പാവം സ്ത്രീയോട് മുഖത്ത് നോക്കി മാലക്കള്ളി എന്ന് വിളിക്കാനുള്ള ധൈര്യം ഈ പോലീസുകാർ കിട്ടുന്നത് എവിടെ നിന്നാണ്? റജീവ് ലൂക്കോസ്. ഹാഷ്മി,
ഞാനൊരു വെള്ളപൂശാൻ ശ്രമിച്ച് സംസാരിക്കുന്നതല്ലെന്ന് ദയവായിട്ട് മനസ്സിലാക്കണം. ലോകത്തിലവിടെ ഏത് പരിഷ്കൃത ലോകത്തിലും ഇതുപോലത്തെ അട്രോസിറ്റികൾ നടക്കുന്ന ചരിത്രങ്ങളുണ്ട്. താരതമ്യേന നമ്മുടെ നാട്ടിലെ കുറവാണ്. ഇപ്പോൾ ജോർജ് ലോയിഡിനെ അമേരിക്കൻ പോലീസ് മുട്ടിന് കമത്തി ക്രൂരമായി കൊല ചെയ്തു. ലോകം മുഴുവൻ പ്രതിഷേധം ഉയർന്നു. അമേരിക്കയിലോ വൻ പ്രതിഷേധം ഉയർന്നു. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ളൊരു മാതൃക പല കാര്യങ്ങളുണ്ട്. നമ്മൾ അടച്ചാക്ഷേപിക്കരുത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. എനിക്കത് ജോർജ് ജോസഫ് സാറിനെ പോലുള്ളവരൊക്കെ പോലീസിന് വലിയ സേവനങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മൾ എന്ത് പറഞ്ഞാലും ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരുന്ന കണക്ക് പ്രകാരം 12% ഇന്ത്യൻ പോലീസ് ക്രിമിനലുകളാണ്. പക്ഷേ കേരളത്തിലത് 6% ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 4% കുറച്ചു. ജോർജ് സാറിന് ഈ കണക്കറിയാവുന്ന. അപ്പോൾ എവിടെയും കുറേ ക്രിമിനൽസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു കൊടും ക്രിമിനലായ ഒരു വന ഉദ്യോഗസ്ഥരാണ് ഒരു തമിഴ് പുലിയെ പിടിച്ച് ഭീകരനായ ഒരു രാജ്യദ്രോഹിയെ പിടിച്ച പോലെയും ഒരു വനത്തിലെ പുലിയെ വേട്ടയാടി കൈ കിട്ടിയ ഒരു പാവത്തിന് ഞാനും ധന്യരാമനൊക്കെ ചർച്ച പങ്കെടുത്ത വേടനെ ഗവൺമെന്റ് ചേർത്ത് പിടിച്ചു. ഇന്ന് ഗവൺമെന്റ് ചേർത്ത് പിടിച്ചത് വനം വകുപ്പ് റേഞ്ച് ഓഫീസറാ പറഞ്ഞേ അവന് ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണമെന്ന്. എന്തിനു അന്വേഷിക്കുന്ന ശ്രീലങ്കൻ കണക്ഷൻ? ഒരു എലിപ്പല്ലോ പുലിപ്പല്ലോ കിട്ടിയതിന് ദുഷ്ടലാക്കാണ്, ഒന്നാം തരം ദുഷ്ടലാക്കാണ്. ഈ ധന്യ പറഞ്ഞ പോലെ എന്നെ കൊടുക്കാനാണോ ഞാനിപ്പോൾ സംശയിക്കുക. ആരോപണത്തിനപ്പുറം എവിടുന്നാണ് ഇവർക്ക് ധൈര്യം കിട്ടുന്നേ? അല്ല, ആ ഉദ്യോഗസ്ഥ തന്നെയല്ലെന്നേ. ആ കാര്യത്തിലൊക്കെ നമ്മളൊക്കെ ശക്തമായി പ്രതികരിച്ച. ഞാൻ പറഞ്ഞല്ലോ, അത്തരം വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഒരു സിസ്റ്റം അല്ലെ ഒരു ഗവൺമെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അവിടെ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത്? സർക്കാർ അപ്പോഴേ ഇടപെട്ടു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പോ ഈ പറയുന്ന 4 ദിവസം മുമ്പുണ്ടായ പരാതിയിൽ ഈ പറയുന്ന ആർ ബിന്ദുവിനൊപ്പം കേരളം നിൽക്കുന്നുണ്ട്. കേരളത്തിലെ മനസാക്ഷിയുള്ള ഇപ്പോൾ വലിയ നവോത്ഥാന നായർ മിണ്ടുന്നുണ്ടാവില്ല, വലിയ സാംസ്കാരിക നായർക്കും എന്തോ എന്താണ് വാതുറക്കാൻ പറ്റുന്ന ദിവസം ഉണ്ടാവും. അത് പോട്ടെ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഈ പറയുന്ന പാവം സ്ത്രീക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന സർക്കാർ ഇടപെടുന്നുണ്ട്. പരാതിയുമായി പോയപ്പോൾ അങ്ങേയറ്റം നിരാകരിച്ച, നെഗ്ലക്റ്റ് ചെയ്ത, അപഹസിച്ച ആ ഓഫീസ് ഇപ്പോൾ ഇടപെടുന്നുണ്ട്. വേടൻ്റെ കേസിൽ എന്താ സംഭവിച്ചേ? വേടൻ്റെ കേസിൽ ഈ പറയുന്ന കേസിൽ വേടനൊപ്പമാണ് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്ന് തോന്നലുണ്ടായപ്പോൾ നടപടി ഉണ്ടായി. അതല്ല ഇതൊക്കെ ആത്മാർത്ഥമാണെന്ന് വിശ്വസിക്കണോ റജു ലൂക്കോസ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റായ സംവിധാനം അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള നടപടികൾ ആരുടെ ഭാഗത്തുണ്ടായാലും ശക്തമായി പ്രതികരിക്കുന്ന, മറ്റൊന്നും നോക്കാൻ പ്രതികരിക്കുന്ന ഒരു സമൂഹ കേരളം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. അത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നേടിയെടുത്തൊരു വലിയൊരു തിരിച്ചറിവാണ് കേരളത്തിൻ്റെ. കേരളത്തിൽ അതിനകത്ത് യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ഇവിടെ ബിന്ദുവിനെ സംബന്ധിച്ചോടെ പറയാം, ഇപ്പം ഞാനും ആഷ്മി, ജോർജ് സാറും ധന്യരാമനൊക്കെ ഒറ്റക്കെട്ടായിട്ട് ആ സഹോദരിക്കൊപ്പമാണ്. ഇത് വെറുതെ പോളിഷ്ടായിട്ട് പറയുന്നതല്ല. ഇവിടെ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ ശ്രീമതി ടീച്ചർ ഇട്ട പോസ്റ്റ് ആഷ്മി കാണുമായിരിക്കുമല്ലോ. സിസ്റ്റത്തിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം. അത് കേവല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, ആ പരാതി കൊടുത്ത സ്ത്രീയെ പേരിൽ പോലും നടപടി വേണം. അവരെന്തിൻ്റെ തെളിവിൻ്റെ പേരിലാണ് ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരുടെ ശുപാർശയുടെ അവരുടെ പണത്തിന് കൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ പരസ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 3 തവണ ആ വനിതാ ഉദ്യോഗസ്ഥർ നഗ്നയാക്കി ആ പാവപ്പെട്ട സ്ത്രീയെ എന്തൊരു ഹീനമാണ് കേരളത്തിൽ നടന്ന് അവരെ ദേഹപരിശോധന നടത്തി ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും തെല്ല് കാരുണ്യം ആ പാവപ്പെട്ട സ്ത്രീയോട് തോന്നിയോ? അവരുടെ കുഞ്ഞുങ്ങളോട് തോന്നിയോ? അവരുടെ ഭർത്താവിനോട് തോന്നുന്നു? അത് തന്നെയുമല്ല, ഇനി ആ നാട്ടിൽ കണ്ടുപോരുന്നുള്ള തിട്ടൂരോടെ കൊടുത്തിരിക്കുന്ന ആ ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾക്ക് എന്ത് അധികാരം അങ്ങനെ പറയാനായിട്ട്? ഒരു സ്ത്രീയോട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കുക എന്ന് പറയാനായിട്ട് സർസിപ്പയുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതുപോലുള്ള അധമന്മാരെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. പറയേണ്ട ഭാഷ ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയാൻ പറ്റത്തില്ലോ. ആ ഭാഷ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും കുട്ടികളൊക്കെ കാണുന്നതാവില്ലേ? ആ ഭാഷ പറയാൻ പറ്റുന്ന ഭാഷ, ഉപയോഗിക്കേണ്ട ഭാഷ അതല്ല എന്ന് മാത്രം പറയാം. ഞാൻ അങ്ങനെ ജോർജ് ജോസഫ് ഇവിടെ നമ്മളൊരു ഭാസ്കരക്കാരണവർ എന്ന് പറയുന്ന കൊലക്കേസ് നമുക്കറിയാം. അതിലൊരു പ്രതിയെ നമുക്കറിയാം, ഷെറിൻ എന്നാണ് പേര്. ഈ പറഞ്ഞ കിട്ടിയ ആനുകൂല്യങ്ങൾ, പരോളിന് പിന്നാലെ കിട്ടിയ പരോൾ നമുക്കറിയാം. മന്ത്രിസഭാ യോഗം കൂടി ശിക്ഷയാളും ജയിൽ മോചനം നൽകാൻ കൂടെ തീരുമാനവും അതിനുശേഷവും ഈ പറഞ്ഞ ജയിലിൽ എന്തോ അലമ്പ് കാണിച്ച ഭാഗമായി മാത്രമായിട്ടോ ശിക്ഷയാളോ ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങണം. ഇപ്പോൾ പുറത്ത് ആണോ എന്നറിയില്ല. ഒരു കൊലപാതക കേസിലെ പ്രതിയാ. അവർക്ക് കിട്ടിയ അങ്ങേയറ്റത്തെ ആനുകൂല്യങ്ങളുടെ പച്ചപ്പരവാദം നമ്മൾ കണ്ടവരാണ്. ഇവിടെ ഒരു പാവം സ്ത്രീ ഇല്ലാത്ത പരാതിയിൽ ഒരു തെളിവില്ലാതിരിക്കെ രാത്രി മുഴുവൻ 3:30 പിടിച്ചുകൊണ്ട് വയറ് കാഞ്ഞിരിക്കുക. ഒരു പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കുന്നില്ല, 2 പൊറോട്ട വാങ്ങിക്കൊടുക്കുന്നില്ല, കുറച്ച് വെള്ളം ചോദിച്ചാലോ പോയി കക്കൂസിൽ പോയി കുടിക്കുമെന്ന് പറയുക. പ്രകടമാണ് സർ ഈ മാറ്റം. ഈ നീതി ഇരട്ട നീതി പ്രകടമാണ്. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വല്പം തൊലി വെളുപ്പും ഒക്കെ ഉള്ളിടത്തൊക്കെ ആൾ കൂടുന്നുണ്ട്.
ഇന്നും അത് മാറ്റം വന്നിട്ടില്ല. ഈ കാർണോരുടെ കൊലപാതകത്തിൻ്റെ കേസിൽ ആ സ്ത്രീയെ ആരാണ് സംരക്ഷിച്ചത്? ഒരു ക്യാബിനറ്റ് ഡിസിഷനാണ് എടുക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട്. അവർ ആ ജയിലിൽ കിടന്ന് ആ മറ്റ് തടവുകാരെ പലരെയും ഉപദ്രവിച്ചു, അവരെ അടിച്ചതൊക്കെ സംഭവങ്ങളുണ്ട്. അവരൊക്കെ VIP ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഈ പോലീസ് സ്റ്റേഷനിലെ ഇൻ്റലിജൻസിൻ്റെ ഒരു സേവനം അടിയന്തരമായിട്ട് വേണം. കാരണം മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഒരു 10, 40, 50 പേരുള്ളിടത്ത് 5, 6 പേരേ ഉള്ളൂ. അതിൽ റെജി ലൂക്കോസ് അത് തന്നെയാണ് പറഞ്ഞത്, 5, 6 പേരേ കാണുള്ളൂ. അവരാണ് ഈ നാറ്റിക്കുന്നത്. അപ്പോൾ അങ്ങനെ മ്ലേച്ഛമായ പദം ഈ പെറ്റീഷൻ എൻക്വയറിയിലൊക്കെ ഓരോ പോലീസുകാർ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്പോൾ അങ്ങനെയുള്ളവരെ അവിടുന്ന് മാറ്റാനുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും എടുത്തിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കുന്നവരെ നമ്മൾ മാറ്റിവിടാൻ പറ്റും. കാരണം നല്ല ഇമേജ് പോലീസിന് വരും. കാരണം അത് വാച്ച് ചെയ്യണം രഹസ്യമായിട്ട്. കാരണം മോശമായ വാക്കുപയോഗിക്കുന്ന ചില ആൾക്കാർ മാത്രമുണ്ട്. വളരെ ഓപ്പണായിട്ട് തെറി വിളിക്കുക, കുട്ടികളും അമ്മയെ ഒന്നിച്ചൊരു പരാതിയോട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം വിളിക്കുന്ന വാക്കുകൾ, അന്നേരം വിളിക്കുന്ന തെറികൾ, അത് അവരുടെ വീട്ടിലെ അമ്മയും മക്കളും ഒന്നും ഇല്ലേ, അവർക്കത് മനസ്സിലാകില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു മര്യാദ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പലർക്കും ഇല്ല. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെയുള്ള ഇതുപോലെയുള്ള പബ്ലിക് പ്ലേസിൽ നിന്ന് മാറ്റാനുള്ളൊരു സംവിധാനമാണ് ഞാൻ പറഞ്ഞത്. അത് അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിലും 1, 2 ഇൻ്റലിജൻസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരത് രഹസ്യമായിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ആ സ്പെഷ്യൽ ബ്രാഞ്ചിലെ DGP അല്ലെങ്കിൽ ADGP ശ്രദ്ധിക്കണം. അത് ഇങ്ങനെയുള്ളവരെ അവർ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പല കുഴപ്പങ്ങളെ പറ്റിയൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും മോശമായ പദം ഉപയോഗിക്കുന്ന പോലീസ് ഓഫീസറായാലും ശരി, അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറായാലും ശരി, അത് കൃത്യമായിട്ട് പറയണം, അവരെ മാറ്റണം. വളരെയധികം വ്യത്യാസം ഉണ്ടാകും നമുക്ക്. അത് തന്നെയല്ല, നമ്മൾ സംഘടന ഉണർത്തുന്നത് ധന്യരാമൻ അത് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു സ്ക്വാഡിൽ സർക്കിൾ ഇൻസ്പെക്ടർ കുറേ നാൾ ഞാൻ വർക്ക് ചെയ്തതാണ്. എനിക്ക് ഇവരുടെ ഓരോരുത്തരുടെ അവസ്ഥ അന്ന് കണ്ട അവസ്ഥയിൽ ഒരു മാറ്റവും ഇന്നും ഉണ്ടായിട്ടില്ല. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു 10 കോടി രൂപ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഒരു അലോട്ട്മെൻറ്റ് SC/SC കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാറ് വാങ്ങിച്ച് കെട്ടിടം വെച്ചിട്ട് ആ പാവങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിന് ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെയാണ്. ഞാൻ അന്ന് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്കൊരു പുരോഗതി ഇന്ന് വരെ ഉണ്ടായിരുന്നു, നല്ലൊരു ശതമാനം. കാരണം ഇപ്പോഴത്തെ നോക്കിക്കോ, ഒരു നേരത്തെ അത് പറഞ്ഞല്ലോ, എത്ര ദിവസം കൊണ്ട് അല്ലെ എത്ര വർഷം കൊണ്ട് അവർ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ്. അവരുടെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ആ കട്ടകെട്ട്. ഞാൻ അത് തന്നെയാണ് ആദ്യം നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നത്. ഞാനിത് പണ്ടൊരു കാര്യയ്ക്ക് ഞാൻ ഈ ഇടമലയാർ കേസിൻ്റെ അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. ആർക്കും അത് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു അത് ക്രൈംബ്രാഞ്ചിൻ്റെ ആ വർക്ക് കൂടാതെ അന്നേരം ഞാൻ VS അച്യുതാനന്ദനുമായിട്ട് പല സന്ദർഭത്തിൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമാണ് അത് ശിക്ഷിപ്പിക്കാൻ അപ്പോൾ എന്നെ കൂടെ വിളിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ SC/SC അല്ലെങ്കിൽ ഈ സ്ക്വാഡിൽ വർക്ക് ചെയ്ത ആളാണ് സാറേ. അപ്പോൾ കുറച്ച് നേരം എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ പറഞ്ഞു, കാസർഗോഡിൽ ട്രിവാൻഡ്രത്ത് വരെ ഞാൻ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. റോഡിൻ്റെ പുറമ്പോക്കിൽ ഇന്നും നമുക്ക് 10-60 വർഷമായിട്ട് ഇന്നും പുറമ്പോക്കി, അന്ന് ഞാൻ പറഞ്ഞതാണ്, 10-60 വർഷമായിട്ട് ഇന്നും പുറമ്പോക്കി കിടക്കുന്ന ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കി. കാരണം അദ്ദേഹം ഹെൽപ്ലെസ് ആണ്. അദ്ദേഹം എന്ത് ചെയ്യാൻ നോക്കും? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ അത് പോയി. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് പ്രകൃതി സംസാരിക്കുന്നത്. കാരണം ഇത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തികമില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ് ആ കാര്യത്തിൽ. ഇതിപ്പോൾ പിന്നോക്കമുള്ള ചിന്താഗതി പലർക്കും ഉണ്ട്, CPM-കാരിലും ഉണ്ട്. പക്ഷേ അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ എനിക്കത് കൃത്യമാണ്. കാരണം ഞാൻ അദ്ദേഹമായിട്ട് കുറച്ചധികം അടുത്തിരുന്നു ആ കേസ് സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത ഞാൻ എന്നും ആലോചിക്കുന്നത്, അദ്ദേഹം നിസ്സഹായനായിട്ട് എന്നെ കുറച്ച് നേരം നോക്കി, 5 മിനിറ്റെങ്കിലും നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇനിയെങ്കിലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളെങ്കിലും അവർ ഇപ്പം പ്ലാസ്റ്റിക്, ഞാൻ ഇവിടുത്തെ ലയൺസ് ക്ലബ്ബുകാരും മറ്റവരെയൊക്കെ വലിയ സഹായങ്ങൾ പലയിടത്തും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് കെട്ടി വീട് കിടക്കുന്ന എത്ര വീടുണ്ട് കേരളത്തിൽ? ഒരു 10,000 കാണുകയുള്ളൂ. ഉറപ്പായും കുറച്ചുകൂടി വിശാലമായ വിഷയമാണ്. നമുക്ക് കുറച്ചുകൂടി വിശാല പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടതുമാണത്. ഞാൻ അങ്ങനെ എത്താം. ശ്രീമതി ധന്യാരാമൻ, ഇവിടെ ഈ പറയുന്ന ഇല്ലാത്ത മോഷണക്കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ 2 പാവം പെൺകുട്ടികളാണ്, ആ പെൺകുട്ടികളെ പ്രതികളാക്കും എന്ന് പറയുമ്പോൾ രാത്രി ഒരു അമ്മയ്ക്കുണ്ടാകുന്ന മനോവികാരം എത്രത്തോളം ഭീകരമായിരിക്കും? അപ്പോൾ പറയുന്ന ബിന്ദു പറയുന്നത് എന്താണ്? ഈ പറയുന്ന ജയിലിൽ നല്ല വിദ്യാഭ്യാസ സൗകര്യമൊക്കെ ഉണ്ട്, മക്കൾക്ക് അവിടെ നല്ല സൗകര്യം ഉണ്ടാവും എന്ന് പരിഹസിച്ചു എന്നാണ്. ആ പറയുന്ന നീച വർത്താനത്തിന്, പൈശാചിക വർത്താനത്തിനടക്കം ശിക്ഷ വേണമെന്ന് തർക്കമില്ല. പക്ഷേ അതോടൊപ്പം ഈ പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്ന IPC സെക്ഷൻ 211 2 മുതൽ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ഈ പറയുന്ന പരാതിക്കാരി ഈ പാവം ബിന്ദുവിനെതിരെ ആ പരാതി കൊടുത്തത്. ആ പരാതി വ്യാജമെന്ന് തെളിഞ്ഞിരിക്കെ ഈ പരാതിക്കാരിക്കെതിരെ കേസെടുക്കേണ്ടത് തന്നെയാണ്.
പരാതിക്കാരിക്കെതിരെ കേസെടുക്കണം. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നൊരു പരാതിയാണ് ഓമന ഡാനിയൽ NCC റോഡിൽ, പേരൂർക്കട NCC റോഡിൽ ബത്തൽ ഹൗസിലെ ഓമന ഡാനിയൽ കൊടുത്ത പരാതിയാണ്. അവരെ 7 വർഷം തടവിലിടാൻ പാകത്തിനുള്ള പരാതിയാണത്. അത് സത്യമാണോ, അല്ലെങ്കിൽ ഓമനയുടെ വീട്ടിൽ ഓമന മറന്നു വെച്ച പോയ ഒരു മാല, അപ്പോൾ അത് സത്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോലും അവർക്ക് സാവകാശം ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ ഒരു സമയം പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ജോർജ് ജോസഫ് ആ ഒരു 25 ദിവസം അല്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് മാല എവിടെ എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ആ സ്ത്രീയുടെ ഹൃദയം തകർന്നിരിക്കും. അതിന്നാണ് അവരിന്ന് കല്ല് പോലെ ഇരിക്കുന്നത്. ആ കല്ല് പോലെ ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നത് അവരനുഭവിച്ച പെയിനിൻ്റെയാണ്, അതിന്ന് അവർക്ക് കിട്ടിയ ധൈര്യമാണ്. അതുകൊണ്ട് അവരൊരിക്കലും ഈ കേസിനെ വെറുതെ വിടുന്ന സ്വപ്നത്തിൽ ആരും വിചാരിക്കേണ്ട. ആ ഒരു ബോൾഡ്നെസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇപ്പോൾ സമാധാനമാണ്. അവർ ജീവിതത്തിലേക്ക് വരുന്നും അവരുടെ കുട്ടികളെ പഠിക്കുന്നും അവർക്ക് നല്ലൊരു വീടുണ്ടാവുമെന്നും അവർ മനുഷ്യരെ പോലെ ജീവിക്കുമെന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുപോലെ നേരത്തെ ജോർജ് ജോസഫ് സാറ് പറഞ്ഞു, പിന്നെ ഫണ്ടിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ഓർത്തോക്കെ, ഈ സർക്കാർ ഞങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്ന് ഒരു കാര്യം, ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു ബിഗ് ബോസിൽ പോയ ശോഭ വിശ്വനാഥ് എന്നൊരു പെൺകുട്ടി അവരുടെ കടയിൽ ആരോ കഞ്ചാവ് കൊണ്ടുവച്ചു. അന്ന് ആ കഞ്ചാവ് കൊണ്ട് അവരെ കൊടുക്കാനായിട്ട് ആരോ കൊണ്ടുവച്ചതാണ്. പക്ഷേ അന്നത് വലിയ അളവിലുള്ള കഞ്ചാവായിരുന്നു. പക്ഷേ പോലീസുകാരത് എഴുതി വെച്ചപ്പം ഗ്രാമാക്കി സ്പോട്ടിൽ അവർക്ക് ജാമ്യം കിട്ടി, അവർ പോയി. ശരി, അവരെ ചതിച്ചത് തന്നെയാണ്. ഇതേ ശോഭ വിശ്വനാഥ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, ആദിവാസി വകുപ്പിൽ വരുന്നു. ഞങ്ങളുടെ ഒരു പെണ്ണ് 3000 രൂപ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ ചിട്ടിക്ക് തമിഴ്നാട്ടിലെ വരുന്ന ചിട്ടിക്കാരന് കൊടുക്കാനില്ലാതെ 2 പെൺമക്കളെ വെളിയിലിട്ടിട്ട് അവൾ അകത്ത് കയറി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു കുളത്തൂപ്പുഴയിൽ. അങ്ങനെ സംഭവം നടക്കുമ്പോൾ ഈ ശോഭ വിശ്വനാഥ് ആദിവാസി പെൺകുട്ടികൾക്ക് മാസ്ക് തയ്ച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കോടികളാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ടുപോയത്. അവൾ ഒരു കോളനി പോയോ? അവൾക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറി നടക്കുമോ? അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയല്ലേ? ഞങ്ങളുടെ പൈസ എടുത്ത് യൂറോപ്യൻ ടൂർ നടത്തുകയല്ലേ? ഇതാണ് സ്ത്രീകളെ എങ്ങനെ സർക്കാരും അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾ പുറമേനി പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഒരു അതിർവരം അതിനകത്തുണ്ട്. അത് ഇത്തരത്തിലുള്ള 100 കണക്കിന് 1000 ഉദാഹരണങ്ങൾ ഒരു തർക്കമാക്കാറില്ല. പക്ഷേ ആ അതിർവരം അദൃശ്യമായ അതിർവരമാണ്. അത് നമ്മൾ സംബന്ധിച്ചാൽ നമ്മൾ നവോത്ഥാന കേരളം ആവില്ലല്ലോ. എൻ്റെ സമയം കഴിയണം, അതുകൊണ്ടാണ്. എന്തായാലും ആ ബിന്ദു ബിന്ദു നമ്മുടെ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, വെറുതെ വിടില്ല സാറേ, ഇവരെ ഈ കസേരയിൽ ഇരുത്തില്ല എന്നതെൻ്റെ വാശിയാണ് എന്നവർ പറയുന്ന അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ചെറുതല്ല. അത്രത്തോളം നീചമായ പ്രവൃത്തി ഉദ്യോഗസ്ഥർ ചെയ്തവരാണ് അവർ. ആ സർവീസിൽ തുടരാൻ അർഹരല്ല. ജോർജ് ജോസഫ്, അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ചില കള്ളക്കഥകൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ആ FIR ഇതുവരെ റദ്ദാക്കപ്പെട്ടിട്ടില്ല. സങ്കീർണത ഒഴിവായി എന്നിപ്പോഴും പറയാൻ പറ്റുമോ? ഇല്ല, അത് ഫാക്ച്വൽ റിപ്പോർട്ട് എഴുതി പോലീസ് അത് കുറവ് ചെയ്യാം. കാരണം അത് FIR ആയിപ്പോയുമ്പോൾ കോടതിക്ക് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കിട്ടണം. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത, അതുകൊണ്ട് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്താൽ മതി. എന്നെ ഇപ്പോഴും ഞാൻ ആഷ്മി എൻ്റെ മനസ്സിലിരിക്കുന്ന കുട്ടികൾ പറഞ്ഞ 2 വാക്കാണ്. അമ്മ എടുത്തില്ലല്ലോ അമ്മ, പിന്നെ അമ്മ എന്തിനാ പേടിക്കുന്നേ? അതാണ് ആ കൊച്ചുങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് നല്ല മാനസിക വളർച്ചയുള്ള കുട്ടികളാണ്. അവർ ആ ഫാക്റ്റ് മനസ്സിലായി, അമ്മ വിഷമിക്കുന്നെന്ന് മനസ്സിലായി, ആ ദുഃഖം അമ്മയ്ക്കുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആ കൊച്ചുങ്ങൾ 10ലും 11ലും പഠിക്കുന്ന കുട്ടികളാണ് പറഞ്ഞത്, അമ്മ എടുത്തില്ല പിന്നെ അമ്മ എന്തിനാണ് പേടിക്കുന്നത്, അത് ഞങ്ങൾ ഫേസ് ചെയ്തോളാം. ആരെങ്കിലും ഞങ്ങളെ കള്ളിയുടെ മക്കളെ എന്ന് വിളിച്ചാൽ ഞങ്ങൾ പ്ലേസ് ചെയ്തോളാം എന്നാണ് ആ കുട്ടികൾ. അത് അവരുടെ വിദ്യാഭ്യാസം. ജോർജ് ഒന്ന് ഓർത്ത് നോക്കൂ, ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജ് ഉള്ള മനുഷ്യരല്ല, വെറും സാധുക്കളും പാവങ്ങളും കൂലിപ്പണിക്കാരുമാണ്. ആ ദിവസങ്ങളിൽ ആ വീട് എന്ന് പറയാൻ പറ്റുന്നതാണോ ഒരു കൂര? ആ കൂരയ്ക്കകത്ത് എരിഞ്ഞ തീ, ആ മനസ്സുകളിലെ തീ, ആധി, ആ വീട്ടിലെ പട്ടിണി ഒക്കെ ആലോചിക്കാൻ പറ്റുന്നതാണോ? ആ ഓർത്ത് നോക്ക്, രാത്രി ആ കുടുംബം ഉറങ്ങിയിട്ടുണ്ടാവുമോ ജോർജ് ജോസഫ്? ആഷ്മി വിചാരിച്ചാൽ നടക്കും. നമുക്ക് ഏതെങ്കിലും ലയൺസ് ക്ലബ്ബ് പറഞ്ഞാൽ അവർക്കൊരു വീട്, ചെറിയ കയറി കിടക്കാൻ ഒരു വീട് അത് നിങ്ങൾക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം അത് പുറമ്പോക്കിലാണോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ വീട് കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ കൊച്ചുങ്ങൾ പഠിച്ചെന്തായാലും നല്ല ലെവലിലോട്ട് വരും. കാരണം 10ലും 11ലൊക്കെ എത്തിക്കഴിഞ്ഞ കുട്ടികൾ. അമ്മ 18,000 രൂപ 600 രൂപ വെച്ച് കൂലി കിട്ടുമെന്ന് തോന്നുന്നു. അത് മാസത്തിലാകുമ്പോൾ 18,000 രൂപ. അതാണ് അവരുടെ മേജർ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ അപ്പൻ്റെ അസുഖങ്ങൾ ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം നിസ്സഹായനായിട്ട് നിൽക്കുന്നതും കണ്ടു. ഏതായാലും അവരെ ഇത് സംരക്ഷിക്കാൻ വേണ്ട ഒരു ഒത്താശ അവിടുത്തെ പഞ്ചായത്തും അവിടെ ഒരു ആൾക്കാരും എല്ലാം കൂടെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന്, അതുകൊണ്ട് അവരെങ്കിലും ഒന്ന് നന്നാകട്ടെ. ഒരു നല്ലൊരു ചെറിയൊരു വീട് അതിനുള്ള സംവിധാനം കൂടെ ഉണ്ടാകണം. ആ വീട് കണ്ടിട്ട് ആ ചുടുകട്ട കെട്ടിയെന്ന് പറഞ്ഞൊന്ന് പൂശാൻ കൂടി പറ്റുന്നില്ല. മണ്ണ് കൊണ്ടുള്ള ആ കട്ടയിലാണ് ആ വീട് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു വശം ഞാൻ കണ്ടു.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അതെങ്കിലും കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് പോലും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വെച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ താമസിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീട് എന്തായാലും ഉറപ്പാണ് ഈ പറയുന്ന ബിന്ദു ചേച്ചിക്കൊപ്പം ബിന്ദു ചേച്ചിയുടെ ആവശ്യങ്ങൾക്കൊപ്പം അവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെയല്ല, അതുണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഒരിക്കൽ കൂടി ആ പോരാട്ടത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാവുന്നു.